ഫഹനൗ ഭുനക്തു ഫഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. 41ാമത് അഖില ഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൽ ഈ വർഷവും പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യം ഈശ്വരകാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുകയാണ്. നിരന്തരമായും നമുക്ക് ഭാഗവത സപ്താഹങ്ങളും സത്രങ്ങളും ഇന്ന് കേരളത്തിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നടന്നു വരുന്നുണ്ട്. അതിനകത്ത് പങ്കെടുക്കുന്നവർ ധാരാളം ഉണ്ട്. ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ പങ്കെടുക്കണമെങ്കിൽ അതിൻ്റെ യോഗ്യത വേണം, അല്ലാത്തവർക്ക് വരാൻ പറ്റില്ല. മനസ്സിൽ വിചാരിക്കും വരണമെന്ന്, പക്ഷേ പറ്റാറില്ല. അത് വേണമെങ്കിൽ ജന്മാന്തരങ്ങളായി ചെയ്ത കുറച്ച് പുണ്യം കയ്യിൽ വേണം. പുണ്യമില്ലാത്തവർക്ക് ഇങ്ങോട്ട് കടന്നു വരാനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ് സത്യം. അകൃതപുണ്യന്മാർക്ക് എങ്ങനെ സാധിക്കും എന്ന് ആചാര്യസ്വാമി ചോദിക്കും. കഥം അകൃതപുണ്യപ്രഭവതി. പുണ്യമില്ലാത്തവർക്ക് പറ്റില്ല, പുണ്യാത്മാക്കൾക്ക് മാത്രമേ അതിന് യോഗ്യത ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത്രയും പേർ പുണ്യാത്മാക്കളാണ്. കാരണം ഒന്നുകിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ജന്മാന്തരത്തിൽ ചെയ്ത ഏതോ അല്പ സുഹൃതത്തിൻ്റെ പരിണത ഫലം കൊണ്ടാണ് ഈ യജ്ഞവേദി ഈ യജ്ഞവേദിയിലേക്ക് കടന്നിരിക്കാനുള്ള സുഹൃതനിധികളായ എല്ലാ സജ്ജനങ്ങളെയും ഭഗവാൻ ഈ സന്മുഹൂർത്തത്തിൽ ഇനിയും അനേക സത്രങ്ങളിൽ പങ്കെടുത്ത് ജീവിതം ധന്യമാക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വിഷയം ധ്രുവചരിതം എന്നൊരു ചെറിയ കഥയാണ്. ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ ഏതാണ്ട് 4-5 അധ്യായങ്ങളിലായിട്ട് ഒരു വിസ്തരിച്ച് പറയുന്ന ഒരു ചെറിയ കഥയാണ്. ഈ 1-1.25 മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞു തീർക്കാനാവില്ല. എല്ലാ അധ്യായങ്ങളും അതിലെ ശ്ലോകങ്ങളിൽ കൂടിയൊക്കെ കടന്ന് വിസ്തരിച്ച് പഠിച്ച് പോകണം. പക്ഷേ നമുക്ക് ഇവിടെ അതിന് സാവകാശം കിട്ടില്ല. അപ്പോൾ അതിന് ചുരുക്കി പറയാം. അതിൻ്റെ സാരാംശത്തെ മാത്രം പലയിടത്തു നിന്നും എടുത്ത് ചുരുക്കി എന്താണ് ഈ ധ്രുവചരിതം കഥയും കഥ കൊണ്ട് അറിയേണ്ടത് എന്താണ് എന്നും. ഭാഗവതത്തിലെ കഥകളെല്ലാം ഏതെങ്കിലും താത്വികാംശങ്ങൾ ജീവിത ഉപയോഗപ്രദമായി നൽകാൻ വേണ്ടി മാത്രമുള്ളതാണ്. വെറുതെ കഥ പറഞ്ഞു വിടാൻ വേണ്ടി മാത്രമല്ല. ഓരോ കഥയ്ക്കുമുണ്ട് ഓരോ ലക്ഷ്യം. അത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിയുള്ള ഓരോ വിഷയങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ ഗുളികയാണ് ഈ കഥകൾ മുഴുവനും. ഗുളിക കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് അമ്മമാർ പഞ്ചസാരയിൽ പൊടിച്ച് കലക്കി ഗുളിക കൊടുക്കും. പഞ്ചസാരയുടെ മാധുര്യം കൊണ്ട് ഗുളിക അകത്ത് ചെല്ലും. അകത്ത് ചെന്നാൽ രോഗം നശിക്കുകയും ചെയ്യും, ഉറപ്പാണത്. പക്ഷേ ബുദ്ധിമാന്മാരായ നമ്മൾ പഞ്ചസാര ഇറക്കിയിട്ട് ഗുളിക വായി തന്നെ ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇറക്കി, കഥയൊക്കെ ഞങ്ങൾക്കറിയാം, നല്ല കഥ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഗുളിക അകത്ത് ചെല്ലാത്തതുകൊണ്ട് രോഗം നശിക്കില്ല. ഇപ്പോഴും രോഗികളായിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. കാരണം ഈ കഥയുടെ അംശത്തെ ഉള്ളിലേക്കെടുത്ത്
അതുകൊണ്ട് ഈ രോഗത്തെ ശമിപ്പിക്കാനാണ് ഭാഗവതം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ആദ്യം കഥ കേൾക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കഥയിൽ കൂടിയേ നമുക്ക് അകത്തോട്ട് കടക്കാൻ പറ്റുള്ളൂ. പക്ഷേ കഥ കൊണ്ട് നിർത്തരുത് എന്നേ ഉള്ളൂ. കഥ അറിഞ്ഞിട്ട്, കഥയ്ക്കകത്തെ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അതെങ്ങനെ നമുക്ക് ജീവിതത്തിൽ പകർത്തി ഉപയോഗിക്കാൻ പറ്റും എന്നും കൂടെ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഏറി വരുന്നത്. ഈ ചതുർത്ഥ സ്കന്ധത്തിലെ പ്രതിസൃഷ്ടി എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുക. ഈ ചരാചരാത്മകമായ പ്രപഞ്ചത്തെ ബ്രഹ്മാവ് സൃഷ്ടിച്ച ആ സൃഷ്ടിപ്രക്രിയയുടെ രണ്ടാമത്തെ ഘട്ടം. ആദ്യം സൃഷ്ടിയാണ്, പിന്നെ പ്രതിസൃഷ്ടികളെക്കുറിച്ച്, അതിൽ നിന്നും ഉണ്ടാക്കിയ ചരാചരാത്മകമായ ഈ ജഗത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ചും. അത് മനുക്കൾ കൂടിയാണ്. മനുക്കൾ കാലത്തിൻ്റെ അധിപതികളാണ്. കാലത്തിൻ്റെ അധിപതികളായ മനുക്കളും കർമ്മത്തിൻ്റെ അധിപതികളായ പ്രജാപതിമാരും. ഈ രണ്ടുപേരെ കൊണ്ടാണ് സൃഷ്ടി മുഴുവൻ പിന്നെ ഇവിടെ നിർവഹിക്കുന്നത്. അങ്ങനെ ഇവിടെ സ്വയംഭുവ മനു എന്ന ഈ മന്വന്തരത്തിലെ ആദ്യത്തെ ചക്രവർത്തിയായ മനുവിൻ്റെ 2 പുത്രന്മാരുടെ കഥ കൊണ്ടാണ് തുടങ്ങുന്നത്. പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 പുത്രന്മാർ. ബാക്കി അതിന് മുമ്പുള്ള കഥ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പെൺമക്കളുടെ കഥയെക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ 2 ആൺമക്കൾ ബാക്കിയുണ്ട്. അവരുടെ കഥയിലേക്കാണ് നമ്മൾ പോവുക. അതിൽ ആദ്യത്തെ ആൾ പ്രിയവ്രതൻ ബ്രഹ്മചര്യം തന്നെ സ്വീകരിച്ച് അദ്ദേഹം ഈശ്വര ഭക്ഷണക്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു പോയാണ്. ഞാൻ ഈ സന്താനം സമർത്ഥിക്കും രാജ്യഭരണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല, അദ്ദേഹം അത് വിട്ടുപോയതാണ്. രണ്ടാമത്തെ ആൾ ഉത്താനപാദനാണ്. ഉത്താനപാദന് കുടുംബജീവിതത്തിലേക്ക് പിതാവിൻ്റെ വാക്കിനെ അനുസരിച്ച് സൃഷ്ടികളെ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം വിവാഹം കഴിച്ചു. 2 പത്നിമാരാണ്. ഒന്ന് ഫുരുചി, മറ്റൊന്ന് ഫുനീതി. പേര് സൂചിപ്പിക്കുന്നവരെ തന്നെ. ഫുരുചി ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ്. ഫുനീതി നന്നായി നീതി എങ്ങനെ വേണം എന്ന് തിരിച്ചറിയുന്നവളാണ്. ഇവിടെ നീതിക്ക് ധർമ്മം എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ധർമ്മം നടപ്പാക്കേണ്ടതെന്ന് ശരിക്കറിയാവുന്ന ഒരു പത്നിയും രാജാവിന് ഇഷ്ടപ്പെട്ട മറ്റു പത്നി. 2 പത്നിമാരുടെ കഥയിൽ കൂടിയാണ് നമ്മുടെ ധ്രുവചരിത കഥ മുമ്പോട്ട് നീങ്ങുന്നത്. അച്ഛൻ്റെ രാജകൊട്ടാരത്തിൽ വെച്ച് അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിക്കുന്ന ഫുരുചിയുടെ പുത്രനായ ഉത്തമനെ കണ്ടപ്പോൾ ഫുനീതിയുടെ പുത്രനായ ധ്രുവനൊരു മോഹം തോന്നി. എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്ന് അല്പസമയം എനിക്കൊന്ന് കളിച്ചാലെന്താണ്? കൊച്ചുകുട്ടിയാണ്, 4-5 വയസ്സൊക്കെ ഉള്ളൂ. അതിനുവേണ്ടി ഈ ഉത്തമൻ കളി കഴിഞ്ഞ് ഇറങ്ങാറായപ്പോൾ ഈ ധ്രുവൻ കയറി ചെന്നു അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ. അപ്പോൾ ഫുരുചി എന്ന അമ്മ അവനെ വിലക്കി. എന്താണ്? ഇങ്ങനെ ആർക്കും കയറി വന്നിരിക്കാൻ പറ്റുന്ന ഒരു മടിയല്ല രാജാവിൻ്റെ മടി. എൻ്റെ മകനിരിക്കാനുള്ളതാണ് രാജാവിൻ്റെ ഈ മടിത്തട്ട്. ഇനിയും നിനക്ക് ഈ മടിത്തട്ടിൽ ഇരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തപസ ആരാധ്യപുരുഷം തഫീവ അനുഗ്രഹേണ മേ ഗർഭേത്വം സാധയ ആത്മാനം യദിച്ഛഫി നിർവാഫലം. ബാലോഫിബത, നീ ഒരു കുട്ടിയല്ലേ, അതുകൊണ്ട് കുട്ടികൾക്ക്, ഏത് കുട്ടികൾക്കും കയറി വന്നിരിക്കാൻ പറ്റിയ ഇടമല്ല ഇത്. അതുകൊണ്ട് ദുർലഭമായ അർത്ഥത്തിൽ മനോരഥം വയ്ക്കണ്ട. ഇത് സാധിക്കാൻ വിഷമമുള്ള കാര്യമാണ്. എൻ്റെ ഭർത്താവിൻ്റെ മടിയിലാണ് കയറിയിരിക്കുന്നത്, എൻ്റെ മകനാണ് അതിന് യോഗ്യത. അങ്ങനെ നിനക്ക് നിർബന്ധ ബുദ്ധിയാണെങ്കിൽ തപസ്സുകൊണ്ട് പരമപുരുഷനായ ഭഗവാനെ ആരാധിച്ച്, നല്ല വഴിയാണ് പറഞ്ഞു കൊടുത്തത്, ആരാധിച്ചിട്ട് അതുപോരാ എൻ്റെ ഗർഭത്തിൽ വന്ന് ജനിക്കണം. നോക്കൂ, ഭഗവാനെ ആരാധിച്ച് വന്നാൽ പോരാ, എൻ്റെ ഗർഭത്തിൽ ജനിച്ചു വന്നാൽ ഈ രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയുണ്ടാകും. ഗർഭയത്വം സാധയ ആത്മാനം യദിച്ഛഫി നിർവാഫനം, അതാഗ്രഹിക്കുകയാണെങ്കിൽ എന്ന് തർക്കമറ്റ് പറഞ്ഞു. പെട്ടെന്ന് രാജാവിൻ്റെ മുഖം ഒന്ന് വാടി. പക്ഷേ ഇഷ്ടപ്പെട്ട പത്നി ഫുരുചി ആയതുകൊണ്ട് തിരിച്ച് ഒന്നും പറയാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. നിശബ്ദനായി അദ്ദേഹം തലതാഴ്ത്തിയിരുന്നു. ഈ ധ്രുവൻ
ഒരു നിമിഷം എന്ത് വേണം എന്ന് ആലോചിച്ചു. കരുതിയിരിക്കാൻ പറ്റില്ല എന്നല്ല, അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ പറയാത്തപ്പോൾ വേണമെങ്കിൽ കരുതിയിരിക്കാം. പക്ഷേങ്കിൽ ഈ അമ്മയുടെ വാക്കിനെ നിരസിക്കാൻ പറ്റാത്തത് കൊണ്ട് ധ്രുവൻ സങ്കടത്തോടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. സ്വന്തം അമ്മയുടെ അടുക്കൽ ഓടിയെത്തി. അവിടെ ചെന്നപ്പോൾ അമ്മ ആശ്വസിപ്പിച്ചു. മാതുസ്വപത്ന്യാഹ സ്വദുരുക്തിവച ശ്വസൻ രുഷ ദണ്ഡഹതോ യഥാഹി. ഒരു കമ്പെടുത്ത് അടിച്ച ഒരു പാമ്പിനെ പോലെയായി, ദണ്ഡഹതനായ അഹിയെപ്പോലെയാണ് ഇവൻ മനസ്സുകൊണ്ട് വിഷമിക്കുന്നത്. ഒരു നല്ല തല്ല് കിട്ടിയ പോലെയായി, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ആ ഓടി വന്ന് അമ്മയുടെ അടുക്കൽ നിന്ന് അമ്മ ഇത് കേട്ടപ്പോൾ അവനോട് ധൈര്യം അവലംബിച്ചു. അവൾക്ക് വിഷമം തോന്നി. ആദ്യം സ്വന്തം ഭർത്താവിൻ്റെ മടിയിൽ സ്വന്തം മകന് കയറിയിരിക്കാൻ അധികാരമില്ല എന്ന് ആരാ പറയുക? പക്ഷേ വാക്യം സ്വപത്ന്യാഹ സ്മരതി ഫരോഷം ശ്രിയാദൃശ ബാഷ്പകലാം ഉവാഹ. കണ്ണീര് പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന മകനെ നോക്കിയിട്ട് ആ അമ്മ പറഞ്ഞത്, മാ അമംഗളം താത പരേഷ്വമംസ്ഥാഹ ഭുങ്ക്തേ ജനോ യത് പരദുഃഖതസ്തത്. ഹേ കുഞ്ഞെ, മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തരുത്. മാ അമംഗളം താത പരേഷു അമംസ്ഥാഹ. മറ്റുള്ളവരിലേക്ക് അമംഗളം കണ്ടെത്തരുത്. സുരുചി അമ്മയെ കുറ്റം പറയരുത്. ഇത് കേട്ടിട്ടാണ് ഇവൻ പാമ്പ് പോലെ, അടിയേറ്റ പാമ്പ് പോലെ പിടയുന്നത്. ഈ ദുരുക്തി കൊണ്ടാണ്. അന്യരുടെ ദുരുക്തമായ വാക്കുകൾ കേട്ടാൽ, അന്യരുടെ അല്ല, ആരുടെ കേട്ടാലും, അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഭാര്യയുടെ ആയാലും ഭർത്താവിൻ്റെ ആയാലും മക്കളുടെ ആയാലും, ഇങ്ങനെയുള്ള ദുരുക്തികൾ കേട്ടാൽ അവരിൽ അമംഗളം വിചാരിക്കരുത്. അവരോടതിന് പ്രതികാരം ചെയ്യാൻ പോവുകയും അരുത്. എന്തു വാക്ക് അവരുച്ചരിച്ചോ അതിൻ്റെ ഫലം അവർക്ക് കിട്ടിക്കൊള്ളും. ആരാണോ ദുഷ്ടവാക്കുകൾ പറഞ്ഞത് അതിൻ്റെ ഫലം അവർക്ക് കിട്ടിക്കൊള്ളും. നമ്മളൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട, ചെയ്യണ്ട. അത് ദൈവഗതിയാണ്, ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണ്. ഇങ്ങനെ പറയാനാണ് സുനീതിക്ക് തോന്നിയത്. മറ്റേതൊരമ്മയാണെങ്കിലും കയ്യിൽ പിടിച്ച് വരൂ, ആ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തി മടിയിലല്ല തലയിൽ കയറ്റിയിരുത്തും, കാണട്ടെ എന്തു ചെയ്യുന്നു. കാരണം അതിനുള്ള യോഗ്യതയുണ്ടല്ലോ. താനും ധർമ്മപത്നിയാണ്, തൻ്റെ മകനാണ്. ഉത്തമൻ കയറിയിരുന്ന പോലെ തന്നെ കയറിയിരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. നിഷേധിക്കാൻ ആരാണ്? അതുകൊണ്ട് വരൂ, ഇപ്പം കാണിച്ചു തരാം. ഇതൊന്നുമല്ല അസുനീതി. ഇതാണ് ആ പേര് കൊണ്ട് സൂചിപ്പിച്ചത്. ധർമ്മമര്യാദ അതിലംഘിക്കാൻ ആ അമ്മ ഒരിക്കലും മനസ്സ് കാണിച്ചില്ല. ഇതാണ് ശരിയായൊരു മാതൃത്വം. മക്കൾക്ക് സങ്കടാവസ്ഥയിൽ വരുമ്പോൾ അവരോട് നല്ലത് ഉപദേശിച്ചു കൊടുക്കാൻ, എൻ്റെ എന്നുള്ള ചിന്ത വിട്ടിട്ട് എൻ്റെ മകനാണ്, എൻ്റെ ഭർത്താവാണ്, ഇത് രണ്ടും ആരും മറന്നു? സുനീതി. എന്നിട്ട് എന്താണ്, അദ്ദേഹത്തിന് മടിയിൽ കയറിയിരിക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ, സാരമില്ല. അതിന് അമ്മയുടെ ദുരുക്തിയുടെ വാക്കിൽ കേട്ട് മോഹിതനായി പോവരുത്. അതുകൊണ്ട് ഫുരിച്ച അഭിഹിതം സത്യം. ഫുരിച്ച് പറഞ്ഞ സത്യമല്ലേ? എന്താണ്? തപസ് ചെയ്യൂ, തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തൂ, എന്നിട്ട് വരൂ, അപ്പോൾ കയറാം. ഇതാണ് വേണ്ടത്. നല്ല കാര്യമല്ലേ അമ്മ പറഞ്ഞെന്നേ. അതുകൊണ്ട് നിനക്ക് കയറിയിരിക്കേണ്ടത് ഈ രാജാവിൻ്റെ മടിയിലല്ല. ഈ രാജാവ് ആരാണ്? ഈ രാജ്യം ഭരിക്കുന്നവൻ. അല്ലെങ്കിൽ ഇതേപോലെയുള്ള അനേക രാജ്യങ്ങൾ ഭരിക്കുന്ന ഏകഛത്രാധിപതിയായ ഒരു ചക്രവർത്തി. നിനക്ക് കയറിയിരിക്കേണ്ടത് ലോകം മുഴുവൻ ഭരിക്കുന്ന ഈശ്വരൻ്റെ മടിയിലാണ്. അവിടുന്ന് ആരും ഇറക്കി വിടില്ല. ഇതാണ് അമ്മ പറഞ്ഞത്. തപസ് കൊണ്ട് ആരാധിക്കൂ ഭഗവാനെ. എന്നിട്ട് ആ ഭഗവാന്റെ മടിയിലാണ് കയറിയിരിക്കേണ്ടത്. ഇതിനാണ് എല്ലാവരും ആഗ്രഹിക്കേണ്ടത്. എനിക്ക് കയറിയിരിക്കണമെങ്കിൽ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ലോകത്തിന് മുഴുവൻ ശക്തി കൊടുക്കുന്ന, സകല ജീവജാലങ്ങളിലും തൻ്റെ അംശം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചസ്വരൂപിയായ ഒരു ജഗദീശ്വരനുണ്ട്. ആ ഈശ്വരൻ്റെ മടിയിലാണ് കയറിയിരിക്കേണ്ടത്. അവിടെയാണ് സുരക്ഷിതത്വം.
വേറെ എങ്ങും ഈ സുരക്ഷ കിട്ടില്ല. രക്ഷിതാക്കളൊക്കെ രക്ഷിതാക്കളാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് രക്ഷിക്കാൻ പറ്റുമോ? അവരുടെ മടിയിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നില്ലേ? ഡോക്ടർമാരൊക്കെ 5 ഡോക്ടർമാർ ചുറ്റും നോക്കി നിൽക്കെ അമ്മയുടെ മടിയിൽ കിടന്ന് ഒരു കുഞ്ഞ് മരിച്ചു പോകുന്നു. ഡോക്ടർക്ക് രക്ഷിക്കാൻ പറ്റിയോ? ഇല്ല. അമ്മയ്ക്ക് പറ്റിയോ? ഇല്ല. അച്ഛന് പറ്റിയോ? ഇല്ല. പിന്നെ എന്തിനാ ഇവരെ രക്ഷിതാക്കൾ എന്ന് വിളിക്കുന്നത്? ഇവരല്ല രക്ഷിതാക്കൾ. അവർക്ക് വേറെ എവിടെയെങ്കിലും രക്ഷ വേണമെന്ന് അവർ ആഗ്രഹിച്ചിരിക്കാം. അവരെ കൂടി രക്ഷിക്കുന്ന ഒരു ഈശ്വര ചൈതന്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. അതുകൊണ്ട് രക്ഷ ഇവരിൽ നിന്നല്ല കിട്ടുന്നേ. മാതാപിതാക്കൾ രക്ഷിതാക്കളും അല്ല എന്ന് തിരിച്ചറിയാൻ ഒരു പാഠം സുനീതി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശ്വരനല്ലാതെ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ മറ്റാരും ഇവിടെ ഇല്ല എന്ന് നമുക്ക് അടുത്ത കാലത്താണ് മനസ്സിലായത്. എന്താണ്? ഈ വെള്ളപ്പൊക്കവും സുനാമിയൊക്കെ വന്നപ്പോൾ മനസ്സിലായി രക്ഷ ഇവിടെയുള്ളൂ, അവിടെ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, അനുഭവിച്ചോളൂ എന്ന്. ആദി ദൈവിക ദുഃഖത്തിൻ്റെ ഭാഗമായ ഒരു പകർച്ചവ്യാധി ലോകം മുഴുവൻ വ്യാപരിച്ച് നടന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്ക് പറ്റി? വൈദ്യശാസ്ത്രത്തിന് പറ്റിയോ? ഇല്ല. ഡോക്ടർമാർക്ക് പറ്റിയോ? ഇല്ല. എല്ലാവരും കൈ കഴുകി അനുഭവിച്ചോളൂ, വേറെ വഴിയില്ല എന്ന് പറയും. ഇതെല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. രക്ഷ എവിടെയുള്ളൂ? ഈശ്വരൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. കോടിക്കണക്കിന് കാശ് ചിലവാക്കി ഒരു കപ്പൽ വെള്ളത്തിലിറക്കും. ആ കപ്പൽ മുങ്ങാതിരിക്കാൻ കപ്പലിൻ്റെ അടിയിൽ തന്നെ അകത്തന്നെ ധാരാളം റഡാർ സംവിധാനങ്ങളുണ്ട്. അതുകൂടാതെ കരയ്ക്കും ഒരു വലിയ റഡാർ വെച്ചേക്കും കപ്പൽ മുങ്ങുന്നത് കണ്ടാൽ അതിനെ രക്ഷിക്കാൻ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പത്രത്തിൽ കേൾക്കും കപ്പൽ മുങ്ങി 500 പേര് മരിച്ചു വന്നു. ഈ രക്ഷയൊക്കെ എവിടെ പോയി? നമ്മളുടെ രക്ഷകൾക്ക് പരിധിയുണ്ട്, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. രക്ഷ എവിടെ മാത്രമേ ഉള്ളൂ? ഈശ്വരൻ്റെ അടുത്തൽ മാത്രമേ ഉള്ളൂ. ആരും വിചാരിച്ചാലും രക്ഷിക്കാനാവില്ല. ഇതാണ് ഈ സുനീതി അമ്മ മകന് പറഞ്ഞു കൊടുത്ത ഏറ്റവും വലിയ ലോകരഹസ്യം. ഇതാണ് മാതൃത്വം. സുരുചിയെ പറയല നോക്കുള്ളൂ. ഇത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി 2 അമ്മമാരെ കൊണ്ടതാണ്. എന്താണ് മാതൃത്വം, അതെങ്ങനെ ആചരിക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആരാധയ അധോക്ഷജപാദപത്മം. അതുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ കേട്ടോളൂ. സാക്ഷാൽ ഭഗവാന്റെ പാദപത്മങ്ങളെ ആരാധിച്ചുകൊള്ളൂ. ആ വാക്ക് അതേപോലെ വിശ്വസിച്ചിട്ട് ഇത് മാത്രമാണ് എന്ന് 5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഉറപ്പിക്കാൻ പറ്റിയിരുന്നു. നാന്യം തത പത്മപലാശലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന. ദുഃഖത്തെ ഛേദിച്ച് കളയാൻ ഈ ലോകത്തിൽ ഈശ്വരനല്ലാതെ മറ്റാരുമില്ല. ഇപ്പം നീ അനുഭവിക്കുന്ന നിൻ്റെ മാനസികമായ ടെൻഷൻ, വ്യഥ, അതിനെ മാറ്റാൻ ആർക്കേ പറ്റുള്ളൂ? ഈശ്വരനെ പറ്റുള്ളൂ. ബാക്കി ആരും വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ട് സുരുചി അമ്മയോട് പിണക്കം ഉണ്ടാവരുത്, ദേഷ്യപ്പെടരുത്, വഴക്ക് പറയരുത്, ഒന്നും ചെയ്യരുത്. ആ അമ്മ പറഞ്ഞ വാക്കിനെ ആദരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഏതൊരമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്വന്തം ഭർത്താവിനെക്കുറിച്ചാണ്, സ്വന്തം മകനോടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അതുകൊണ്ട് യോ മൃഗ്യതേ ഹസ്തഗൃഹീതപത്നയാ ശ്രീയേതരേ രംഗ വിമർഗ്യമാണയാം. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ജഗത്തിൻ്റെ നിയന്താവായ ഈശ്വര ചൈതന്യത്തെ മാത്രമാണ്, മറ്റൊന്നിനെയുമല്ല അന്വേഷിക്കേണ്ടത്. ഇത് നന്നായിട്ട് ഉള്ളിൽ അമ്മ വിഷമിച്ചിരിക്കുമ്പോൾ കൊടുക്കുന്ന ഉപദേശമേ ഫലപ്രദമാവുകയുള്ളൂ. ദുഃഖിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു ഉപദേശം പറഞ്ഞാൽ അത് കേൾക്കും, അല്ലാത്തപ്പോൾ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അതുകൊണ്ടാണ് ഉപദേശിക്കാൻ നല്ല കാലം നോക്കി വേണം ഉപദേശിക്കാൻ. അർജുനന് ഗീത ഉപദേശം അങ്ങനെയാണ്. ഈ കൃഷ്ണാർജുനന്മാരെ ഒന്നിച്ച് യമുന തീരത്ത് എത്ര പ്രാവശ്യം കളിച്ചു പൊളിച്ച് നടന്നു, ഇഷ്ടംപോലെ തമാശ പറഞ്ഞ് കഥ പറഞ്ഞ് വേണമെങ്കിൽ അർജുന ഇരിക്കൂ, ഞാൻ കുറച്ച് ജീവിതോപയോഗിക തത്വങ്ങൾ പറഞ്ഞുതരാം, ഒന്നും പറഞ്ഞില്ല. 2 വശത്ത് നിൽക്കുന്ന സൈന്യങ്ങൾ അവസാനത്തെ ശംഖുവിളിക്കായിട്ട് കാത്തിരിക്കുന്നു. ആയുധങ്ങൾ കയ്യിലെടുത്ത് വില്ല് കൊലച്ച് ഇപ്പം ആയുധം അയക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് അർജുനൻ ഉപദേശം കൊടുക്കുന്നത്. കാരണം അപ്പോൾ അർജുനൻ ചോദിച്ചുള്ളൂ, യശ്രേയഫ്യാം നിശ്ചിതം ബ്രൂഹിതന്മേ യശ്രേയഫ്യാത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ല, ഇപ്പം ചോദിച്ചു. ചോദിച്ചാൽ എവിടെ വെച്ചാലും പറഞ്ഞു കൊടുക്കണം.
അർജുനന് സ്വയം പരിഹരിക്കാനാവാത്ത ഒരു ദുഃഖാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതുണ്ട്. നമ്മുടെ ഉപദേശങ്ങൾ നമ്മുടെ കുട്ടികൾ കേൾക്കാത്തതിൻ്റെ ഒരു കാരണം അവർക്ക് ഉപദേശം വേണ്ട സമയത്തല്ല നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ദേഷ്യം തീരാൻ വേണ്ടി നമ്മൾ കുറേ ദേഷ്യപ്പെട്ട് കുറേ ഉപദേശം പറയും. ഇതവർ കേൾക്കുപോലുമില്ല, കേട്ടതായിട്ട് പോലും ഭവിക്കില്ല. കാരണം അവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ജീവിതത്തിൽ സ്വയം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും ഒന്ന് ഉപദേശിച്ച് തന്നാൽ കൊള്ളാവുന്നത്. ഇവിടെയാണ് ഈ 5 വയസ്സുള്ള കുട്ടിക്ക് ഈ കമ്പ് കൊണ്ട് അടിച്ച് പൊളയ്ക്കുന്ന പാമ്പിനെ പോലെ രോഷാവുള്ളായി നിൽക്കുന്ന, സങ്കടം കൊണ്ട് കണ്ണീരൊഴുക്കി നിൽക്കുന്ന, അടുത്ത നിമിഷം എന്ത് വേണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ആ കുഞ്ഞു മകൻ്റെ മനസ്സിലേക്ക് ഉപദേശങ്ങൾ കടത്തി വിട്ടു. അത് കേൾക്കും, ഉറപ്പാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ മാത്രമേ ഫലപ്രദമായി തീരുകയുള്ളൂ. ഉപദേശിക്കുന്ന നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഉപദേശിക്കണം. കുട്ടികൾക്ക് വിഷമമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ഉപദേശിച്ച് കൊടുക്കണം. അല്ലാത്തപ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇതാ ഇവിടെ ഈ ഫുനീതിയുടെ വാക്ക് ഈ മകൻ കേട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ക്ഷാത്ര തേജസ്സുകളൊക്കെ അടക്കി വെച്ചു. താൻ ഒരു ക്ഷത്രിയ കുമാരനാണ്. ആ ഒരു ക്ഷാത്ര തേജസ് ഈ ധ്രുവനിലുണ്ട്. പക്ഷെ അതിനെയൊക്കെ അടക്കിയിട്ട് എന്താണ്, ഈശ്വര ദർശനത്തിന് വേണ്ടി മനസ്സ് ഉഴലുന്ന മട്ടിലേക്കായി. അതുകൊണ്ട് ഇനിയും ഒറ്റ വഴിയേ ഉള്ളൂ, ഈശ്വര ദർശനത്തിന്, ഈശ്വരനെ കാണാൻ പോവുക. എങ്ങോട്ടാണ് പോകണ്ടേ? എവിടെയാണ് ഈശ്വരൻ? ഒന്നും അറിയത്തില്ല. എവിടെ പോയാൽ ഈശ്വരനെ കാണും? ഈശ്വരനെ കണ്ട് എന്നും പറഞ്ഞല്ലേ ഈ അമ്മ പറഞ്ഞു വെച്ചത്. വെറുതെ ഇറങ്ങി നടന്നു. ആ അമ്മ നിർനിമേഷമായിട്ട് നോക്കി നിന്നു. നോക്കൂ അമ്മയുടെ കരുത്ത്. 5 വയസ്സുള്ള മകൻ തപസ്സിന് ഈശ്വരനെ കാണാൻ പോവുകയാണ്. ഒന്നും അറിയത്തില്ല അവനെ. തപസ് എവിടെ പോയി ചെയ്യണം, എങ്ങനെ ചെയ്യണം ഒന്നും അറിയത്തില്ല. അമ്മ തിരിച്ച് വിളിച്ചില്ല, പോട്ടെ. ഇതാണ് ഒരു മാതൃത്വത്തിൻ്റെ വൈശിഷ്ട്യം. ഇതാണ് ഭാരതീയ മാതൃസങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അവൻ പോകുന്നത് നല്ല കാര്യത്തിനാണ്. പോകട്ടെ, എവിടെയും ചെന്ന് കണ്ടുപിടിക്കും. നിൽക്ക് ഞാൻ പറഞ്ഞുതരാം എവിടെ പോകണം, ഈശ്വരൻ എവിടെയാണ്, എങ്ങനെ തപസ് ചെയ്യണം. അമ്മ പറഞ്ഞു കൊടുക്കണമെന്നില്ല, മകൻ ചോദിക്കാൻ നിന്നില്ല. നിർനിമേഷമായി മകൻ കണ്ണിൽ നിന്നും നടന്ന് മറയുന്നതുവരെ അമ്മയോട് നോക്കിയെന്നേ ഉള്ളൂ. അത്ര സുന്ദരമായൊരു കാഴ്ച. ഏതൊരമ്മയ്ക്കും ധൈര്യം വരും. ഇതാണ് ഫുനീതിയുടെ മാതൃത്വത്തിന് ഏറ്റവും വലിയ മാഹാത്മ്യം. അങ്ങനെ പോയി ഒന്നും അറിയുമില്ല, ചുമ്മാ നടന്നു പോയപ്പോൾ നാരദ മഹർഷി, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷെങ്കിൽ യാദൃച്ഛികമായി നാരദ മഹർഷിയെ കണ്ടുമുട്ടി. നാരദൻ ചോദിച്ചു, എങ്ങോട്ട് പോവുകയാണ്? ഈശ്വരനെ കാണാൻ തപസ് ചെയ്യാൻ പോവാണ്. അതിന് ഇപ്പം അതിൻ്റെ ആവശ്യം? സംഭവിച്ച കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പം നാരദൻ പറഞ്ഞു, ഇപ്പം നിനക്ക് ഈ കിട്ടിയ അപമാനം മാത്രമല്ലേ ഉള്ളൂ. അധുനാപ്യ അപമാനം തേ സമ്മാനം വാപി പുത്രക ലക്ഷയാമ കുമാരഫ്യ ഭക്തഫ്യ ക്രീഡനാദിഷു. കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട ഒരു കുട്ടിയല്ലേ നീ ഇപ്പോൾ. അല്ലാതെ ഈശ്വരനെ അന്വേഷിച്ച് തപസ് ചെയ്യേണ്ട കാലമല്ലല്ലോ. അതിൻ്റെ കാലമുണ്ട്, അപ്പോഴേ ആകാവൂ. വികൽപ്പേ വിദ്യമാനേപി അഹി അസന്തോഷഹേതവ പുംസോ മോഹമൃതേ ഭിന്ന ലോകേ നിജകർമ്മഭേ. ലോകത്തിൽ മാനാപമാനങ്ങൾ ഉണ്ടാകുന്നത് അവരവരുടെ കർമ്മം കൊണ്ടാണ്, മറ്റാരും ഒന്നും ചെയ്തിട്ടില്ല. അടുത്ത ഉപദേശം ആരുടെ? നാരദൻ്റെ വക. ലോകത്തിൽ നമുക്ക് അപമാനം ഉണ്ടാകും, മാനമുണ്ടാകും, ബഹുമാനം ഉണ്ടാകും. ഇത് രണ്ടും നമ്മളൊന്നും ചെയ്തിട്ടല്ല. ഇതൊക്കെ എന്താണ്? പൂർവജന്മാർജിതമായ കർമ്മം കൊണ്ട് സംഭവിച്ച വിധികൽപ്പനയാണ്. ആരും ഒന്നും ചെയ്തിട്ടല്ല. ഇതിപ്പോൾ ആരെയും അതിനെ പഴി പറയുകയും വേണ്ട. നമ്മൾക്ക് അങ്ങനെയല്ല. മാനമുണ്ടായാലും അപമാനമുണ്ടായാലും മറ്റൊരാളിലേക്ക് പഴി ചേർക്കണം. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ അപമാനത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ഹാവു, സമാധാനമായി. എൻ്റെ അപമാനം പോകുമോ? ഇല്ല, അത് പോകണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? ഈ കാരണം പറഞ്ഞ് മറ്റൊരാളെ ഒന്ന് ആക്ഷേപിച്ചാൽ സമാധാനമായി. ഇവിടെയാണ് മനുഷ്യരുടെ ചിന്തയുടെ വൈകല്യത്തെക്കുറിച്ച് ഋഷി വീണ്ടും വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് മാനവും അപമാനവും ഒക്കെ ഒരാൾക്കുണ്ടാകുന്നത് അവരവരുടെ കർമ്മം കൊണ്ടാണ്. സുഖദുഃഖങ്ങളും കർമ്മഫലങ്ങളാണ്. ആരും സുഖം തരാനുമില്ല, ആരും ദുഃഖം തരാനുമില്ല. പക്ഷേ നമ്മളുടെ വിചാരം നിങ്ങളൊരാളാണ് എനിക്ക് ദുഃഖം തന്നത്. സുഖം തന്ന് പറയത്തില്ല, നിങ്ങളൊരാളാണ് എന്നെ ദുഃഖിപ്പിക്കുന്നത്. ഇനിയും ഈ നിങ്ങളൊരാളില്ലെങ്കിലും ഞാനെന്ത് ചെയ്യും? ദുഃഖിക്കില്ലേ?
അർജുനന് തന്നെയായിരുന്നു. ഈ ഭീഷ്മദ്രോണാദികളൊക്കെ ഞാൻ തന്നെ കൊല്ലണമെന്നുണ്ടോ? അർജുനൻ കൊന്നില്ലെങ്കിൽ ഇവർ മരിക്കില്ലേ? മരിക്കും. അപ്പോൾ അർജുനന് ദുഃഖമില്ലേ? ഒരു കുഴപ്പമില്ല, മരിച്ചോട്ടെ. ഞാൻ മുഖാന്തരം ഇവർ മരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ഞാൻ മുഖാന്തരം ആരും ഖേദിക്കരുത്. ഞാൻ മുഖാന്തരം എൻ്റെ അമ്മയോ അച്ഛനോ വിഷമിക്കരുത്. അല്ലാതെ വിഷമിച്ചാലോ, വിഷമിച്ചോട്ടെ, എനിക്കെന്താ കുഴപ്പം? ഇതല്ലേ നമ്മുടെ ചിന്ത. അതിന് ഞാനൊരു കാരണമാവരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം വാസ്തവത്തിൽ വിഷയം അവിടെയല്ല, ഈ ദുഃഖമാണ്. അത് നമ്മളെടുക്കില്ല. ഞാൻ കാരണമായിട്ട് എൻ്റെ ഭാര്യയോ എൻ്റെ ഭർത്താവോ മക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ ദുഃഖിക്കരുത്. ഞാൻ കാരണമല്ലാതെ അവർ ദുഃഖിച്ചാൽ ദുഃഖിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, സന്തോഷമാണ്. ഇതല്ലേ നമ്മുടെ മനോഭാവം. അതുകൊണ്ടാണ് നാരദൻ പറഞ്ഞത്, ഇപ്പം നിനക്കുണ്ടായ ഈ അപമാനം ആരും നിനക്കുണ്ടാക്കി വെച്ചതല്ല, നിൻ്റെ കർമ്മഫലം കൊണ്ട് നീ അനുഭവിക്കേണ്ടതാണ്. എന്ത് ദുഃഖം വരുമ്പോഴും എന്ത് അപമാനം വരുമ്പോഴും ആശ്വസിക്കേണ്ടത് ഇതൊക്കെ എൻ്റെ കർമ്മഫലങ്ങളാണ്. ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ ചെയ്ത കർമ്മത്തിൻ്റെ പരിണതഫലമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. ഇത് അനുഭവിക്കുക തന്നെ. ഇനി ആരെയും പഴി പറയാതെ അനുഭവിക്കുക. ഇനി പഴി പറഞ്ഞാലും എന്ത് ചെയ്യണം? അനുഭവിക്കണം. എന്നാൽ പിന്നെ പഴി പറയാതെ അവരെ കൂടെ ദുഃഖിപ്പിക്കാതെ തന്നെ അനുഭവിച്ചാൽ പോരെ? ഇത് നമുക്ക് അവരെയും കൂടി ഒന്ന് ദുഃഖിപ്പിക്കണം. നമ്മൾ ഇന്ന് അത്രയും വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞ് അവരെ കൂടി വേദനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് അനുഭവിക്കണം. കാരണം വേറെ വഴിയൊന്നുമില്ല. അവിടെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് മനുഷ്യൻ കുടുംബജീവിതത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കാണിക്കാൻ ഒരു കുടുംബകഥയാണിത്. അച്ഛനും അമ്മയും മക്കളും ഒരു കുടുംബത്തിലെ ചെറിയ കലഹത്തിൻ്റെ ഒരു അവസ്ഥ എടുത്ത് കാണിച്ചാണ്. അവിടെയാണ് നാരദ മഹർഷി ഇടപെട്ടിട്ട് ദൈവോപസാദിതം യാവത് വീക്ഷ ഈശ്വരഗതിം ബുധ. ഇതൊക്കെ ഈശ്വരഗതിയാണ്, ഈശ്വരനാൽ വരുത്തപ്പെട്ടതാണ്, വിധിയാണിതൊക്കെ, ഇത് അനുഭവിക്കുകയുള്ളൂ. അല്ലാതെ കണ്ട് അതിനുവേണ്ടി വിഷമിച്ചിട്ട് കാര്യമില്ല. ആത്മസന്തോഷമാണ് ഏറ്റവും വലുത്. എന്ത് ചെയ്താൽ സന്തോഷം നേടാൻ പറ്റുമോ അത് നേടുകയല്ലാതെ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് മാ അമംഗളം താത പരേഷ വംസ്ഥാഹ നീ അമ്മ ഉപദേശവും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പുംസാം ദുരാരാധ്യോ മതോ മമ. എനിക്കൊരഭിപ്രായമുള്ളത്, ഈ തപസ് ചെയ്യാൻ പോകുന്നവർ കുറേ പ്രായമായിട്ടാണ്, വിവേകമൊക്കെ കിട്ടി, എങ്ങനെ തപസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റി. ഈ ഋതുഭേദങ്ങളിലെ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട്, ചൂടും വെയിലും മഞ്ഞും മഴയും ഒക്കെ അനുഭവിക്കാൻ തയ്യാറായി മനസ്സിന് പാകപ്പെട്ടതിന് ശേഷം തപസ്സിന് പോകാൻ പറ്റൂ. കൊച്ചുകുട്ടികൾ തപസ്സിന് പോയാൽ അത്ര പെട്ടെന്ന് ആരാധിച്ചു പോരാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ചേർന്നതല്ല ഈ തപസ്. നിനക്ക് വല്ല നാമം ജപിച്ച് വേണേൽ വീട്ടിലിരിക്കാം. പക്ഷേ മുനിമാർ എത്ര കഷ്ടപ്പെട്ടാണ്, എത്ര കായക്ലേശം അനുഭവിച്ചാണ് തപസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തപസ് ഇപ്പോൾ നിനക്ക് യോഗ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അപമാനം ഉണ്ടായതല്ലേ, അത് സാരമില്ല, അത് അവരുടെ കർമ്മഗതി ഞാൻ വിചാരിച്ച് സ്വയം എന്ത് ചെയ്യാണ്? സഹിച്ച് അനുഭവിക്കുക. വർഷകാലമായാൽ മഴ കൊണ്ട് സഹിക്കുന്ന പോലെ, മഞ്ഞുകാലം വന്നാൽ മഞ്ഞ് സഹിക്കുന്ന പോലെ. ആരെങ്കിലും വഴി പറയുമോ? ഈ മഞ്ഞെല്ലാം കൂടെ വന്നിട്ട് എനിക്ക് അനങ്ങാൻ മേല, ആരും കാരണമില്ല. എന്തു ചെയ്യും? സ്വയം അനുഭവിക്കും. വെയിൽ, ചൂട്, വേനൽക്കാലം മുഖത്ത് അതിഭയങ്കരമായ ചൂട് വരുമ്പോഴും ആരോടും പഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെന്താണ്? ലോകസഹജമായ സ്വഭാവം. ഇതുപോലെ എന്തിനേയും കാണാൻ പറ്റിയാൽ അത് കർമ്മഫലത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റണം. അതുകൊണ്ട് ആത്മസന്തോഷമാണ് ഏറ്റവും വലുത്. എന്ത് ചെയ്തും ഉള്ളിൽ സന്തോഷം നിറച്ച് ജീവിക്കുക. ഇത്രയും ചെയ്താലാകും. ഇപ്പം തപസ്സിന് പോയിട്ട് വലിയ കാര്യമില്ല. അതോ നിർവർത്തതാം ഏഷ നിർബന്ധസ്തവ നിഷ്ഫല. അതുകൊണ്ട് നിർവർത്തതാം, പിന്തിരിഞ്ഞു പോരൂ. യതിഷ്യതി ഭവാൻ കാലേ സ്ത്രേഫം ഫമുപസ്ഥിതേ. പിന്നീടൊരിക്കൽ തപസ്സൊക്കെ ചെയ്യാം. പൊക്കോളൂ, തപസ്സിന് വേണ്ടെന്ന് പറഞ്ഞില്ല. കുറച്ച് പ്രായമായി, പാകമായി, ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുള്ള കരുത്ത് വരുമ്പോൾ അപ്പം തപസ് ചെയ്താൽ മതി. ഇപ്പം നീ അതിനുള്ള പാകം ആയിട്ടില്ല. യഫിയ ദൈവവിഹിതം ഫതേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹി തമസ പാരമർക്ഷതി. കുറേ ഉപദേശങ്ങൾ കൊടുത്ത് നാരദ മഹർഷി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കി. പക്ഷെങ്കിൽ അവൻ അതിന് തയ്യാറല്ലെന്ന് മാത്രമല്ല, അഥാപിമേ വിനീതക്ഷാത്രം ഘോരമുപേയുഷ.
ഫുരിച്ച ദുർവചോ ബാണേർ ന ഭിന്നേ ശ്രയതേ ഹൃദി. ഫുരിച്ചിയുടെ കൂർത്ത അമ്പുകൾ എൻ്റെ ഹൃദയത്തിൽ കുത്തിക്കേറി ക്ഷാത്ര വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ക്ഷത്രിയനായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയും കുഴപ്പം എനിക്ക് വരില്ല. അമ്മയുടെ ഈ ഓരോ വാക്കുകളും ബാണം പോലെയാണ് എൻ്റെ ഉള്ളിലേക്ക് തറച്ചു കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പദം ത്രിഭുവനോത്കൃഷ്ടം ജിഗീഷു ഫാഥു വർത്തമേ ബ്രൂഹി. ഈ ത്രിഭുവനത്തിലും വെച്ച ഉത്കൃഷ്ടമായ അതിനെ ജയിക്കാൻ പറ്റുന്ന ഒരു നല്ല വഴി എനിക്ക് പറഞ്ഞു തരൂ. എന്താ ത്രിഭുവന ഉത്കൃഷ്ടം ജിഗീഷോഹോ, ജയിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ഫാഥു വർത്തമ, ഒരു നല്ല വഴി മേ ബ്രൂഹി, എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്. അസ്മത് പ്രതിഭിഹി ബ്രഹ്മന് തൈഹി അഭി അനധിഷ്ഠിതം. എൻ്റെ പൂർവികന്മാർ കടന്നു ചെല്ലാനാവാത്ത പദങ്ങളിലേക്ക് എന്നെ എത്തിക്കൂ, അതെനിക്ക് പറഞ്ഞു തരൂ. എന്ത് ചെയ്താലാണ് ഈ അവമാനത്തിൽ ഞാൻ രക്ഷപ്പെടാൻ പറ്റുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാരദൻ നിശ്ചയിച്ചു, ഇവൻ്റെ ഉറച്ച തീരുമാനമാണ്. കൊച്ചുകുട്ടിയാണെങ്കിലും മനസ്സും ബുദ്ധിയും വലുതാണ്. പ്രായം കൊണ്ട് ചെറുതാണ്, വയസ്സത്രയൊക്കെ ഉള്ളൂ, പക്ഷേ ബുദ്ധിക്ക് വളർച്ച നന്നായിട്ടുണ്ട്. അപ്പം ഇവൻ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് നാരദൻ മനസ്സിലാക്കി. എന്നിട്ട് നാരദൻ പറഞ്ഞു, തത്താത ഗച്ഛം ഭദ്രതേ യമുനായ സ്ഥലം ശുചി. ശരി, എങ്കിൽ യമുനയുടെ തീരത്ത് ശുദ്ധമായൊരു സ്ഥലമുണ്ട്. പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാഹരേ. പുണ്യമായൊരു മധുവനം എന്ന പേരിലൊരു ഉദ്യാനമുണ്ട്. അവിടെ എന്നും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. നാരദൻ എങ്ങനെ അറിഞ്ഞു? നാരദൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആളാണ്. 14 ലോകത്തിൽ മാറി മാറി സഞ്ചരിച്ചിട്ടുണ്ട്. ഏത് ലോകത്ത് എന്തൊക്കെയുണ്ടെന്ന് നാരദന് കൃത്യമായിട്ടും ഹിസ്റ്ററി പഠിച്ചു വെച്ചേക്കുന്നവരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ മധുവനത്തിൽ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് പൊക്കോളൂ. അവിടെ ചെന്ന് ഭഗവാനെ ആരാധിച്ച് തപസ് ചെയ്തോളൂ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കാളിന്തിയിലെ ശുദ്ധമായ ജലത്തിൽ ഉപചാരങ്ങളൊക്കെ അർപ്പിച്ച് സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്ത് വേണ്ട വിധത്തിൽ കർമ്മങ്ങൾ ആദരിച്ച് പ്രാണായാമം കൊണ്ട് മനസ്സിനെ നന്നായിട്ടടക്കി, അതുപോലെ ശാശ്വതമായും കണ്ണുകൾ അടച്ച നല്ല കണ്ണ് മൂക്കിൻ്റെ അറ്റം മാത്രമേ കാണാവൂ. കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കണം. നോക്കിയാൽ ഒന്നും കാണരുത്, മൂക്കിൻ്റെ അറ്റം മാത്രമേ കാണാവൂ. നാസാഗ്ര ഭ്രുകുട്ടി, നാസാഗ്രത്തിലേക്ക് മാത്രം നിൽക്കണം. പ്രാണായാമം ചെയ്ത് നിത്യമായും തപസ്സനുഷ്ഠിച്ച് ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ അങ്ങനെ ധ്യാനിക്കണം. മറ്റൊന്നും മനസ്സിലുണ്ടാവരുത്. ആദ്യമൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ പതുക്കെ പതുക്കെ കളഞ്ഞിട്ട് ആ 3 സന്ധ്യയിലും ഹരിയെ തന്നെ വന്ദിക്കണം. സർവാഭരണ വിഭൂഷിതനായ ഭഗവാനെ ആദ്യം ധ്യാനിച്ചോളൂ. ഇത് ധ്യാനമാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടത് ഇതാണ്. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ ഭഗവാനെ ആപാദമസ്തകം വർണ്ണിച്ചിട്ടുണ്ട് അല്ലേ? സൂര്യസ്പർദ്ധികിരീടം ഊർധ്വദരക പ്രോദ്ഭാഫി ബാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹഫിതുല്ലാസം സുനാഫാവുടം ഗണ്ഡോദ്യൻ മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലർ കൗസ്തുഭം. എന്തിനാണ് ഈ ഭഗവാന് രത്നക്കിരീടം? അതുപോലെ രത്നം പതിച്ച ഇവിടെ കുണ്ടലങ്ങൾ, ഇഷ്ടം പോലെ സ്വർണ്ണമാലകൾ, ഇതൊക്കെ ഭഗവാൻ ആവശ്യമുണ്ടോ? എന്തിനാണ് ഇതൊക്കെ ഭഗവാന്? ഒരു സ്വർണവും ഒരു രത്നവും വൈഡൂര്യവും ഒന്നും ഭഗവാൻ ആവശ്യമില്ലല്ലോ. നമുക്കല്ലേ ഇതൊക്കെ ആവശ്യം. പിന്നെ ഇതൊക്കെ എന്തിനാ ഭഗവാന്റെ ശരീരത്തിൽ മുതൽ അണിഞ്ഞ് താഴേക്കാക്കി സർവാഭരണ വിഭൂഷിതഗാത്രനായിട്ട് വെക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മളുടെ മനസ്സ് അതിലേക്ക് ഉറക്കുകയുള്ളൂ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാളുടെ കഴുത്തിൽ നിങ്ങളാരും കാണാത്തൊരു ആഭരണം കണ്ടാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ഈ സപ്താഹവും ഇതുമൊക്കെ അവിടെ കിടക്കട്ടെ, ഈ മാല എവിടെ നിന്നാണ്? എങ്ങനെയെങ്കിലും ഇത് ഇറങ്ങി വരും ചെയ്തു. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മാല? എവിടെ നിന്ന് മേടിച്ചു? കാരണം ആകൃഷ്ടയായത് മാലയിലാണ്. അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളുടെ സാരി കണ്ടപ്പോൾ ഈ സാരിയിലാണ്. ഇങ്ങനെ ദിവ്യാഭരണങ്ങളിലേക്ക് മനസ്സ് വേഗം ഉടക്കി നിന്നിട്ട് അതിലേ നിന്ന് മാറാതെ നിൽക്കും എന്ന് ഋഷിമാർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിലുള്ള ദിവ്യാഭരണങ്ങൾ മുഴുവൻ ഭഗവാന്റെ മേൽ ചാർത്തിയാൽ ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ ഇത് കണ്ടാൽ മനസ്സെങ്ങും പോയില്ല, അവിടേക്ക് തന്നെ നോക്കി നിൽക്കും. ഇതിനാണ് ആഭരണം. ഭഗവാന് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയാണ്.
ഇത്രയും ആഭരണങ്ങളും മാലകളും ഒക്കെ ചാർത്തി ആ ദീപാരാധനയ്ക്ക് നട തുറക്കുമ്പോൾ ഹാവു അറിയാതെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളൊക്കെ അവിടേക്ക് പോകും. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ധ്യാനിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് ആദ്യം ഈ ആഭരണ സ്വരൂപത്തോടു കൂടിയ ഭഗവത് സ്വരൂപത്തെ വേണം ആദ്യം ധ്യാനിക്കാൻ. പതുക്കെ പതുക്കെ ആ ധ്യാനാവസ്ഥയിൽ നിന്നും ഉള്ളിലേക്ക് കടക്കുമ്പോൾ, ഭഗവത് രൂപം ഉള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ ഈ സ്വരൂപത്തെ മാറ്റിയിട്ട് അരൂപവും അവ്യക്തവുമായ ഒരു ശക്തി ചൈതന്യത്തെ മാത്രം, ഒരു പ്രകാശത്തെ മാത്രം കാണാൻ പറ്റും. അവിടെയാണ് മേൽപ്പത്തൊരു സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാഷ്യമാനം എന്നൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചത് അവിടെയാണ്. അത് രൂപമൊന്നുമില്ല, ആകൃതിയില്ല, ഒന്നുമില്ല. അപ്പോൾ ആദ്യം സ്വരൂപമായി ധ്യാനിക്കുക, രണ്ടാമത് രൂപത്തെ മാറ്റിയിട്ട് അരൂപമായി. നോക്കൂ, ആ നാരദൻ ഈ കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ തപസ് ചെയ്യണമെന്ന്. അവനൊന്നും അറിയത്തില്ലായിരുന്നു. ഇനിയും ആ ഭഗവത് രൂപത്തെ ഉള്ളിൽ ഉറയ്ക്കണം. ഇനിയും തപസ്സിനൊരു മന്ത്രം വേണം. ഞാനൊരു മന്ത്രം കൊണ്ട് പറഞ്ഞുതരാം. എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദൻ ധ്രുവന് ഉപദേശിച്ചു കൊടുത്ത വിശിഷ്ട മന്ത്രം ഇതാണ്. ഈ ദ്വാദശാക്ഷരി മന്ത്രം എല്ലാ ദിവസവും കണക്കറ്റ് 12 ലക്ഷത്തോളം പ്രാവശ്യവും ഉരുക്കഴിച്ച് ഉച്ചരിച്ച് ഓരോ അക്ഷരങ്ങളും ഓരോ ലക്ഷമാണ്. അങ്ങനെ 12 അക്ഷരം 12 ലക്ഷം പ്രാവശ്യം എന്ത് ചെയ്യണം? ഉരുക്കഴിച്ച് ജപിച്ച് കഴിയുമ്പോൾ ഈ ഭഗവത് സ്വരൂപം പോവില്ല. ഇതില്ലെങ്കിൽ വിട്ടുപോകും, ഉറപ്പാണ്. കാരണം നമുക്ക് വേറെ 1000 കൂട്ടം മനസ്സിൽ കേട്ടാൽ നോക്കി നിൽക്കല്ലേ. അവർ നിൽക്കുമ്പം ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമില്ല. എന്താണ്? ദ്വേഷം, കാമം, ക്രോധം, ഇവരൊക്കെ കുറേ പേരുണ്ട്. അവരകത്ത് കയറാൻ പറ്റാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് ഉള്ളിൽ ഉറച്ചിരുന്നാൽ അവർ നോക്കിയിട്ട് അവരും പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ഈ പകയും വിദ്വേഷവും ഒക്കെ അതോടെ തീരും. പിന്നെ ആരോടും ഒരു പകയില്ല, വിദ്വേഷവും ഇല്ല, വിരോധവും ഇല്ല, ഒന്നുമില്ല. എന്താണ്? ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ? ഈശ്വര സ്വരൂപം മാത്രമേ ഉള്ളൂ എന്ന് കണ്ടാൽ. അതുകൊണ്ട് ആ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഏവം കായേന മനസാം വാചാച മനോഗതം പരിചര്യമാണോ ഭഗവൻ ഭക്തി പരിചര്യാം. ഇങ്ങനെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട് മനോഗതമായ ഭഗവത് സ്വരൂപത്തെ നിരന്തരമായും ശുശ്രൂഷിച്ചുകൊണ്ട് തപസ് ചെയ്തോളൂ. പക്ഷേ തപസ്സിൽ ഒരു കാര്യമുണ്ട്, നിഷ്കാമഭക്തിയാണ് ശ്രേഷ്ഠം. ഒരാഗ്രഹം ഉദ്ദേശിച്ച് പോയി തപസ് ചെയ്യലല്ല. ഇപ്പം നീ തപസ് ചെയ്യാൻ വന്നിരിക്കുന്നതിന് ഒരു ഉദ്ദേശ്യമുണ്ട്. ആരാണ്? സുരുചി അമ്മയോടുള്ള വിദ്വേഷമാണ്. ഇതങ്ങ് കളയണം. ആ ഒരു ചെറിയ കാര്യത്തിനുള്ളിൽ ഇത്രയും കഷ്ടപ്പെട്ട് തപസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതും കളയണം. ഒരു കാമനയുമില്ല. എനിക്ക് ഭഗവാനോട് അഹൈതുക്കി അപ്രതിഹതാ ഭക്തി എന്ന് പ്രഹ്ലാദനോട് ഉപദേശിക്കുമ്പം പറയും. അഹൈതുക്കി, ഭക്തിക്ക് ഒരു കാരണം ഉണ്ടാവരുത്. നമുക്ക് ഭക്തിക്ക് കാരണമുണ്ട്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ച് ഭക്തിയെ ഒക്കെ നമ്മൾ കാണിച്ചിട്ട് തിരിച്ചു പോരും. ഇനിയും പ്രശ്നങ്ങളെല്ലാം തീർന്നെങ്കിൽ ഇപ്പം വേണ്ട, അടുത്ത പ്രശ്നം വരട്ടെ, അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പൊക്കോളാം. അഹൈതുകി, അതുപോലെ അപ്രതിഹത, നമ്മുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഭക്തിയാണ്. ഒന്നുകിൽ വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഞായറാഴ്ച, അല്ലെങ്കിൽ ശനിയാഴ്ച, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഭക്തി. ആഴ്ചയിൽ ഒരു ദിവസം. പിന്നെ നമുക്ക് അമ്പലവും വേണ്ട, ഈശ്വരനും വേണ്ട, ഭക്തിയും വേണ്ട, ഒന്നും വേണ്ട, അടുത്ത വെള്ളിയാഴ്ച വരട്ടെ, അപ്പം ഞങ്ങൾ പൊക്കോളാം. അപ്പം നമ്മുടെ ഭക്തിക്ക് തടസ്സമുണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്രതിഹത, പ്രതിഹതമില്ലാത്ത ഭക്തിയാണ് വേണ്ടത്. നൈരന്തര്യമില്ല ഭക്തിക്ക്, എന്നുമില്ല. ഇന്നിപ്പോൾ സമയം കിട്ടിയെങ്കിൽ വേണ്ട, പോട്ടെ, നാളെ ആട്ടെ, നാളെ പറ്റിയില്ലെങ്കിൽ പോട്ടെ, മറ്റന്നാളാട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോവാം, അല്ലെ മാസത്തിൽ ഒന്നാവാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, മാറ്റാം. അപ്പോൾ നമ്മുടെ ഭക്തിക്ക് തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും ഇല്ലാത്ത ഭക്തിയാണ് യഥാർത്ഥ ഭക്തി. അഹൈതുകി അപ്രതിഹത, ഇത് രണ്ടും ഉണ്ടാവരുത്. ഇത് രണ്ടും എന്ത് ചെയ്ത്, അതുകൊണ്ട് നിഷ്കാമമായ ഭക്തി മാത്രമേ ആഗ്രഹിക്കാവൂ. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ആ ചെറിയ കുട്ടി മധുവനത്തിലെത്തി. അവിടെ ഭഗവാനെ കണ്ടു. ആ തപോവനം ഗതേ തസ്മിൻ പ്രവിഷ്ടോ, ആ തപോവനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അന്തഃപുരം മുനി അർഹിത അർഹണകോ രാജ്ഞാഫുഖാഫീനമുവാചതം. പെട്ടെന്ന് നാരദ മഹർഷി കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഉത്താനപാദൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. രാജൻ കിം ധ്യായഫേ ദീർഘം മുഖേന പരിശുഷ്യത.
ഇതെന്താ മുഖത്തൊരു ക്ഷീണം, ഒരു ക്ലേശം മുഖത്ത് നോക്കിയപ്പോൾ എന്തോ വിഷമമുള്ളതുപോലെ. കിംബ രിഷ്യതേ കാമോ ധർമ്മോ വർദ്ധേത സംയുത. അർത്ഥകാമങ്ങളൊന്നും വേണ്ട പോലെ ആവുന്നില്ലേ, എന്താണൊരു വിഷമം? രാജാവ് പറഞ്ഞു, ഫുതോമേ ബാലകോ ബ്രഹ്മൻ സ്ത്രൈണേന അകരുണാത്മന. ഒരു സ്ത്രീയുടെ കാരുണ്യമില്ലാത്ത വാക്ക് കേട്ട് എൻ്റെ മകൻ നിർവാഫിത ഇവിടുന്ന് പോയി. 5 വർഷം, 5 വയസ്സേ ഉള്ളൂ. ഫഹമാത്ര മഹാൻ കവി. അമ്മയോടൊപ്പം എവിടെയോ പോയി. എൻ്റെ മകനാണ്, എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇത് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വിഷമിക്കുകയാണ്. അപ്യനാഥം വനേ ബ്രഹ്മൻ. ആരുമില്ലാതെ കാട്ടിൽ പോയി അലഞ്ഞു തരികയായിരിക്കും. മാ അസ്മാത് അന്ത്യർഭകം വൃകാഹ. അവിടെ ചെന്നായ്ക്കളുണ്ട്, ആനയുണ്ട്, സിംഹമുണ്ട്. ഈ കുഞ്ഞെന്തേയും കാട്ടിൽ പോയി. അഹോമേ ബദൗര്യാത്മം സ്ത്രീജിതസ്യോപധാരയ. സ്ത്രീകൾക്ക് അടിമപ്പെടുന്ന ഒരാളുടെ ദൗരാത്മ്യം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. സ്ത്രീകളുടെ വാക്ക് കേട്ട് വിഷമിച്ച് ദുഃഖിച്ചിരിക്കുന്ന ഒരാളുടെ അവസ്ഥ ഇതുതന്നെയാകും. എൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വന്നിട്ട് ഞാൻ ഒരു വാക്കുപോലും അവനോട് പറഞ്ഞില്ല. ഇത് ഓർത്തിട്ട് എനിക്ക് വീണ്ടും വീണ്ടും ദുഃഖം തികട്ടി വരുന്നു. അപ്പം നാരദൻ പറഞ്ഞു, മാമാശുരസ്വതനയം. ഹേയ്, അവനെക്കുറിച്ച് വിഷമിക്കേണ്ട. കാരണം എന്താണ്? ദേവഗുപ്തം വിഷമ്പതേ. അവനെ ഈശ്വരൻ രക്ഷിച്ചുള്ളൂ. നോക്കൂ, അങ്ങല്ല രക്ഷിക്കുന്നത്. അങ്ങ് അവനെ ഓർത്ത് വിഷമിക്കേണ്ട. അവനെ രക്ഷിക്കാൻ ആരുണ്ട്? ഈശ്വരനുണ്ട്. എൻ്റെ മകനെ ഞാൻ രക്ഷിക്കും എന്നാണല്ലോ വിചാരിച്ചത്. രക്ഷിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ, വിട്ടുപോയില്ലേ. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് രക്ഷ ആരേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ദൈവഗുപ്തം വിഷാമ്പതേ. ഹേ രാജാവേ, ഈശ്വരനാൽ രക്ഷിക്കപ്പെടുന്നവനാണ് അവൻ. സുദുഷ്കരം കർമ്മകൃത്വ ലോകപാലൈരപി പ്രഭു ഏഷ്യത്യജിരൂരാജൻ യശോ വിപുലം സ്തവ. ലോകപാലന്മാർക്ക് പോലും ചെയ്യാനാവാത്ത കഠിനമായ തപസ് ചെയ്ത് അങ്ങയുടെ യശസ്സും പേരും ഈ ലോകത്ത് വർദ്ധിപ്പിക്കാൻ പോയിരിക്കുകയാണ്. ധൈര്യമായിട്ടിരുന്നോളൂ. ഇത് കേട്ടതോടെ രാജാവ് അമ്പരന്ന് പോയി. ഇതെന്തായി സംഭവിച്ചത്? ഇവൻ തപസ്സിന് പോയെന്നോ? അവൻ്റെ തപസ് കൊണ്ട് ഈ ലോകം മുഴുവനും എന്നെ അറിയപ്പെടും എന്നാണ്. ധ്രുവൻ്റെ പിതാവ് എന്നായിരിക്കും ഇനി അറിയാൻ പോകുന്നത്. ഉത്താനപാദൻ്റെ മകൻ ധ്രുവൻ എന്നല്ല. അങ്ങനെ മകൻ്റെ പേരിൽ ഏറ്റവും കീർത്തിയുള്ള ഒരു രാജാവായി ഭവിക്കുന്ന സന്തോഷമായിട്ടിരുന്നുള്ളൂ എന്ന് അവിടെയും ചെന്ന് ആശ്വസിപ്പിച്ചു. ഇതി ദേവർഷിണ പ്രോക്തം വിശ്രുത്യ ജഗദീപതി രാജലക്ഷ്മീവനാദിത്യ പുത്രമേവമന്വചിന്തയത്. അങ്ങനെ പുത്രനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേ രാജാവ് അവിടെ ഇരുന്നു. ഈ പുത്രനാകട്ടെ ആ മധുവനത്തിലെത്തി കഠിനമായ തപസ്. നാരദൻ പറഞ്ഞ പോലെ തന്നെ സുഖാസനത്തിലിരുന്നു കൊണ്ട് പ്രാണായാമം ചെയ്ത് കണ്ണിനെ മൂക്കിൻ്റെ അറ്റത്തിലേക്കാക്കി ശ്വാസഗതിയെ നിയന്ത്രിച്ചുകൊണ്ട് സദാസമയവും ഉള്ളിൽ വിളങ്ങുന്ന ഈശ്വര സ്വരൂപത്തെ ഈ മന്ത്രമുച്ചരിച്ച് ജപിച്ചുകൊണ്ടേയിരുന്നു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം. 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. എല്ലാ ദിവസവും എല്ലാ നേരവും എന്നുള്ളത് മാറ്റി. എത്ര വയസ്സുണ്ട്? 5 വയസ്സുള്ള കുട്ടിയാണ് നോക്കണം. 3 ദിവസം കൂടുമ്പോൾ ഒരു നേരം എന്തെങ്കിലും ഭക്ഷണം, അത് കാട്ടിൽ കിട്ടുന്ന പഴങ്ങളോ അല്ലെങ്കിൽ കായ്കളോ മാത്രം കഴിച്ച് ജീവിതം കഴിക്കും. പക്ഷെ ലക്ഷ്യം എന്താണ്? ക്ഷാത്ര തേജസ്സിൻ്റെ ലക്ഷ്യം കൂടുതലാണ്. എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ്. ലക്ഷ്യം നേടിയെടുക്കണം. ഇതാണ് ഒരു ക്ഷത്രിയ തേജസ്സിന് ഏറ്റവും വലിയ കാർക്കശ്യം. അതുകൊണ്ട് പിന്നീട് ആത്മവൃത്തി അനുസാരേണ ജീവൻ നിലനിൽക്കാൻ പാകത്തിനുള്ള ഭക്ഷണം കഴിച്ചുള്ളൂ. എന്നെ സംബന്ധിച്ച് 3-4 ദിവസം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്നായി കഴിക്കണ്ട. ചിലക്കതല്ല, 1 ദിവസം 1 നേരം ഭക്ഷണം തെറ്റിയാൽ കുഴപ്പമാണ്, കഴിച്ചോളൂ. ജീവസന്ധാരണമാണ് ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം. അവരവരുടെ ജീവനെ നിലനിർത്താൻ എന്തുമാത്രം ഭക്ഷണം ആവശ്യമുണ്ടോ അതുമാത്രം ഭക്ഷിച്ച് കഴിച്ചു കൂട്ടിക്കോളൂ. അങ്ങനെ 12 ദിവസം ചെല്ലുമ്പോൾ മാത്രമായി ഭക്ഷണം. പിന്നെ മാസത്തിൽ 1 ദിവസം മാത്രമായി ഭക്ഷണം. പിന്നെ മാസത്തിൽ 1 ദിവസം പച്ചില കഴിച്ചു. അത് മാറ്റി ഉണങ്ങിയ ഇല കഴിക്കാനായി. പച്ചിലക്കകത്ത് എന്തുണ്ട്? ജലാംശമുണ്ട്. അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ അതും കളഞ്ഞു. ശുഷ്കപത്രം തന്നെ എന്ത് ചെയ്തു? ഭക്ഷണമായിട്ട് പോയി. ഉണങ്ങിയ ഇല മാത്രം ഒന്ന് പൊടിച്ച് വായിലിട്ട് അലിച്ചിറക്കും, ഇത്രമാത്രം. ഇങ്ങനെ 3 മാസം
4 മാസം കഴിച്ചു. 5-ാം മാസമായപ്പോഴത്തേക്കും പ്രാണായാമം കൊണ്ട് തന്നെ ശ്വാസത്തെ അടക്കി യോഗസമാധിയിലേക്ക് പ്രവേശിച്ചു. പിന്നെ ശ്വാസമാണ് ഭക്ഷണം, ശ്വാസം അന്നമാണ്. അത് ഭക്ഷണമാക്കിക്കൊണ്ട് അതിനെ നിയന്ത്രിച്ച് എന്നല്ല, എവിടുന്ന് കിട്ടും ഈ ശ്വാസം? ഈ ചുറ്റും. ആ തപസ് ചെയ്യുന്ന മധുവനത്തിലുള്ള വായു എന്ത് ചെയ്യും? സ്വന്തം മൂക്കൊണ്ട് ആഗിരണം ചെയ്ത് ഉള്ളിലേക്ക് വലിച്ചു കയറ്റും. അങ്ങനെ പ്രാണനെ ഭക്ഷണമാക്കി മാറ്റി. അങ്ങനെ ഭക്ഷണമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ പ്രാണനിരോധം എന്നൊരു പ്രശ്നമുണ്ടായി. ഈ പ്രപഞ്ചത്തിലെ പ്രാണൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി. ജീവജാലങ്ങൾ നിൽക്കുമോ? എന്താ പ്രാണനില്ലെങ്കിൽ, ഓക്സിജൻ ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആര് വലിച്ചെടുത്തു? ധ്രുവൻ. അപ്പോൾ ദേവന്മാരെല്ലാം ഓടിച്ചെന്ന് പറഞ്ഞു, ഇതാ ഭൂമി അപകടത്തിലാകാൻ പോകുന്നു. ആരുടെ? ഭഗവാനോട് ചെന്ന് പറഞ്ഞു, ഇതാ ഭൂമി അപകടത്തിലാകാൻ പോകുന്നു, എത്രയും വേഗം എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ ആർക്കും വായു കിട്ടാണ്ടാകും. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? വില കൊടുത്ത് മേടിക്കാം. വെള്ളം വേണമെങ്കിലും വില കൊടുത്ത് മേടിക്കാം. വായുവിനോ? ഇപ്പം പിന്നെ ഓക്സിജൻ ചാറുകളിൽ കിട്ടുന്നുണ്ട് കുറേശ്ശെ, അങ്ങനെ വേണമെങ്കിൽ കിട്ടും. അതൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് വിഷ്ണുവോട് ചെന്ന് സങ്കടം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. വൈകാതെ കണ്ട് നിങ്ങൾ തിരിച്ചു പൊക്കോളൂ. ഈ ധ്രുവൻ്റെ അടുക്കിലേക്ക് ഞാൻ ഗരുഡാരൂഢനായി എത്തി. അവൻ്റെ അഭിലാഷത്തെ സാധിച്ചു കൊടുത്ത് പ്രപഞ്ചത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദോഷത്തെ പരിഹരിച്ച് ഞാൻ പോരുന്നുണ്ട്, പൊക്കോളൂ. ദേവന്മാരെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതുകൊണ്ട് അവരൊക്കെ കൃതാഞ്ജലിയും അവരൊക്കെ കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ നമസ്കരിച്ച് സങ്കടം പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ പോവുകയും ചെയ്തു. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കകം ഇവൻ ഈ തപസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ മുമ്പിലൊരു ശബ്ദം കേട്ടു. ചെറിയൊരു ശബ്ദം, അത് തന്നെ ആകർഷിക്കുന്ന ശബ്ദമാണ്. പതുക്കെ കണ്ണുകൾ നോക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ ഇത്രയും നാൾ സൂക്ഷിച്ചിരുന്ന ആ ഭഗവത് സ്വരൂപത്തെ അതുപോലെ പുറത്ത് കാണാം. ഉള്ളിൽ എങ്ങനെയൊക്കെ ധ്യാനിച്ച് സങ്കല്പിച്ചുറപ്പിച്ചോ അതേ സ്വരൂപം കണ്ണ് തുറക്കുമ്പോൾ പുറത്ത്, കണ്ണടയ്ക്കുമ്പോൾ അകത്ത്. അകത്തും പുറത്തും ഒരുപോലെ ആരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? ഈശ്വരൻ. ഇത് ഭീഷ്മർക്കായിരുന്നു ഇതിനു മുമ്പ് ഒന്ന് സാധിച്ചത്. ഭീഷ്മരെ ശരശയിൽ കിടക്കുമ്പോൾ ഭഗവാൻ മുമ്പിൽ ചെന്നപ്പോൾ പറഞ്ഞു, അവിടെ നിൽക്കൂ, എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ എനിക്ക് കണ്ണു തുറക്കുമ്പോൾ പുറത്തും കാണണം, അകത്തും കാണണം, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ ജീവൻ ഒടുക്കാൻ. സ്വച്ഛന്തമൃത്യമായ ഭീഷ്മരെ അങ്ങനെയാണ് ജീവനെ ഉപേക്ഷിക്കുന്നത്. ഇത് രണ്ടും കണ്ടുകൊണ്ടാണ്. ധ്രുവനും ഭഗവത് സ്വരൂപത്തെ മുമ്പിൽ അങ്ങനെ കാണാൻ പറ്റി. അങ്ങനെ ആ സ്വരൂപത്തെ കണ്ടപ്പോൾ ഒന്നും മിണ്ടാൻ പോലും പറ്റിയില്ല. ഭഗവാനെ കണ്ടു, പുഞ്ചിരിയായി, രണ്ടുപേരും നിശബ്ദരായിട്ട് നിൽക്കുകയാണ്. ഒരക്ഷരം പറയണ്ടേ, ഒന്നും പറയാൻ കിട്ടുന്നില്ല. കണ്ട സ്തുതിക്കണം, സങ്കടം പറയണം എന്നൊക്കെയാണ് വേണ്ടത്. ഒന്നുമില്ല, നോക്കി നിൽക്കുകയാണ്. യോന്തപ്രവിശ്യമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാം നാം അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇത് ഈ വിഷമം കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലിരുന്ന് ശംഖുകൊണ്ട് ആ ബാലൻ്റെ കവിൾത്തളത്തിലേക്ക് ഒന്ന് സ്പർശിച്ചു. അങ്ങനെ ആ സ്പർശന സുഖമേറ്റപ്പോഴാണ് ഒരക്ഷരം കൃതാഞ്ജലിം ബ്രഹ്മമയേന കമ്പുനാപസ്പർശവാലം കൃപയാ കപോലേ. കാരുണ്യം കൊണ്ട് ബാലൻ്റെ കപോലത്തിൽ തൻ്റെ ശംഖിൻ്റെ ജോലി എന്താണ്? ശബ്ദം ഉണ്ടാക്കുക. ശബ്ദമുണ്ടാക്കുന്ന ശംഖ് കൊണ്ട് സ്പർശിച്ചപ്പോൾ ഇവന് ഉച്ചരിക്കാൻ പറ്റി. അതൊരു മിണ്ടാൻ പറ്റിയില്ല. ഭഗവാന് മനസ്സിലായി മിണ്ടാതെ നിൽക്കുന്ന ശബ്ദം ഇങ്ങോട്ട് വരാഞ്ഞിട്ടാണ്. അപ്പോൾ തൻ്റെ കയ്യിലുള്ള ഒരായുധത്തിനും ഈ കഴിവില്ല. എന്തിനേ ഉള്ളൂ? ശംഖിനേ ഉള്ളൂ. ആ ശംഖു കൊണ്ട് പസ്പർശ കപോലേ, തൻ്റെ കപോലത്തിൽ ഒന്ന് സ്പർശിച്ചു. അപ്പോൾ തന്നെ വാക്കുകൾ അനുസ്യൂതമായും ഒഴുകിയെത്തി. അങ്ങനെ ധ്രുവൻ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങിയായി. യോ അന്തപ്രവിശ്യ മമവാചം ഇമാം പ്രസുപ്താം. ആരാണോ അന്തപ്രവിശ്യ, ഉള്ളിൽ പ്രവേശിച്ചിട്ട്, ഇമാം പ്രസുപ്തം മമ വാചം, എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വാക്കിന് 4 ഘട്ടങ്ങളുണ്ട്. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന്. അതിൽ പരയും പശ്യന്തിയും ഉറങ്ങിക്കിടക്കുന്നതാണ്.
മധ്യമ ഋഷിമാർക്ക് മാത്രം ചിലപ്പോൾ അല്ലെ സംഗീതക്കാർക്കൊക്കെ താഴ്ന്ന സ്വരത്തിൽ കൂടി അറിയാൻ പറ്റുന്ന ശബ്ദമാണ് മധ്യമസ്വരം. പിന്നെ ചുണ്ടിൽ കൂടി പുറത്ത് വരുമ്പോൾ അതിൻ്റെ പേരാണ് വൈഖരി. അത് ചുണ്ടിൽ കൂടി പുറത്ത് കൊണ്ടിരിക്കാൻ ശംഖിനെ പറ്റുള്ളൂ. തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വൈഖരി എന്ന ശബ്ദത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന അന്തഃപ്രവിശ്യ ഭഗവാൻ ഉള്ളിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ വാക്കുച്ചരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അനങ്ങാൻ പറ്റില്ല, വാക്ക് പുറത്തേക്ക് വരില്ല. ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിൻ്റെ ബലം കൊണ്ടാണ്. അതില്ലെങ്കിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രഫുപ്താം സംജീവയതി എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു. അഖിലശക്തിധര, എല്ലാ ശക്തിയുടെ ഉടമസ്ഥനാണ് അങ്ങ്. ശബ്ദം മാത്രമല്ല, വായു മാത്രമല്ല, ആകാശം മാത്രമല്ല, പൃഥ്വി മാത്രമല്ല, അഗ്നി മാത്രമല്ല, സകല പഞ്ചഭൂതങ്ങളുടെയും തന്മാത്രകളുടെയും പഞ്ചഭൂതങ്ങളെയും സഞ്ജീവിപ്പിക്കാനുള്ള കഴിവ് ആരിലുണ്ട്? അങ്ങയിലുണ്ട്. അങ്ങ് അകത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? എല്ലാ ശക്തിയും കിട്ടും. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും, മൂക്കൊണ്ട് ശ്വസിക്കാൻ പറ്റും, നാവ് കൊണ്ട് സ്വാദറിയാൻ പറ്റും, കൈ കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ പറ്റും, കാലുകൊണ്ട് നടക്കാൻ പറ്റും, എല്ലാം പറ്റും. അതേസമയത്ത് അങ്ങയുടെ ശക്തി ഉള്ളിലില്ലെങ്കിലോ കൈ അനങ്ങില്ല. ഒരു ദിവസം രാവിലെ എഴുന്നേൽപ്പെട്ടപ്പോൾ കട്ടിൽ നിന്നും കാലനങ്ങത്തില്ല, താഴോട്ട് വെക്കാൻ പറ്റില്ല. എന്താണ്? ഒരു വശം തളർന്നുപോയി. എന്ത് ചെയ്യാം? കൈയും അനങ്ങത്തില്ല, ഒരു വാക്ക് പറയാനും പറ്റത്തില്ല, കണ്ണും കാണില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ഇപ്പോൾ കയ്യിലില്ലേ? പക്ഷേ എന്താ ഗുണം? ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്? ഈ ആത്മചൈതന്യ സ്വരൂപനായ ഭഗവാന്റെ ശക്തി ഉള്ളിൽ നിരന്തരമായി നിറഞ്ഞിരുന്നാൽ മാത്രമേ ഇന്ദ്രിയങ്ങൾ പവർഫുള്ളായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള ഉറപ്പാണ്. അല്ലെ ഇന്ദ്രിയത്തിന് ആ ശക്തി കിട്ടില്ല. ഇന്ദ്രിയത്തിന് ശക്തി കൊടുക്കുന്ന ആരാണ്? ഈ ഭഗവാനാണ്. അന്യാംശ, അതിനെ മാത്രമല്ല, ഹസ്ത ചരണശ്രവണത്വഗാദീൻ, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ ത്വക്ക് ആദികളൊക്കെ സഞ്ജീവയതി, ജീവിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നല്ലോ. എനിക്ക് കൈ അനക്കാൻ പറ്റുന്നുണ്ട്, കാലനയ്ക്ക് മുമ്പോട്ടൊരു ചുവട് വെക്കാൻ പറ്റുന്നുണ്ട്, അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കാൻ അതുപോലും ഞാൻ ഓർത്തില്ല. എനിക്ക് പറ്റിയില്ല, നമസ്കരിക്കാൻ പോലും പറ്റിയില്ല. ഇങ്ങനെ ഭഗവാനെ കണ്ടാൽ അപ്പോൾ ഓടിച്ച് നമസ്കരിക്കില്ലേ? നമസ്കരിക്കാൻ പോകുമ്പോൾ ഞാനെന്നും എൻ്റെ ശരീരം എന്നുള്ള ഭാവന ഉള്ളതുകൊണ്ടാണ്. അതില്ലെങ്കിൽ അതിനും തോന്നില്ല, നമുക്ക് കുറേ അതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് നമസ്കരിക്കാൻ പോകുന്നത്. ധ്രുവനിതൊന്നും തോന്നിയില്ല. അതിനെ ഒന്ന് ഉണർത്തി തൻ്റെ ശംഖു കൊണ്ട് പ്രാണൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, ആ ജഗത് സ്വരൂപനായ വിരാട് പുരുഷനായ ആ ഭഗവാനായിക്കൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പിന്നെ ധ്രുവൻ കുറേ ശ്ലോകത്തിൽ കൂടി സ്തുതിക്കുകയാണ്. എല്ലാം ഒന്നും നമുക്ക് വിസ്തരിക്കാൻ സമയം കിട്ടത്തില്ല. ഇതിൻ്റെ സാരം എന്താണ് ഒന്ന് ചുരുക്കി പറഞ്ഞു പോവാം. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാം മായാക്ഷയോരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ട്വാനുവിശ്യ പുരുഷസ്തദസദ്ഗുണേഷു നാനേവദാരുഷു വിഭാവഫി. അഗ്നി ഓരോ വിറകിലും കാണപ്പെടുന്ന അഗ്നിയെപ്പോലെയാണ് അങ്ങ് ഈ പ്രപഞ്ചത്തിൽ. എല്ലാ വിറകിൻ്റെ അകത്തും ആരുണ്ട്? അഗ്നിയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് വിറകുമ്പോൾ കൂട്ടി വരച്ചാൽ എന്നുണ്ടാകുന്നത്? തീ വരുന്നത്. രണ്ട് വിറകുമ്പോൾ എടുത്ത് കൂട്ടി വരച്ചോളൂ, കുറേ സമയം വരയ്ക്കുമ്പോൾ അതിൻ്റെ എന്ത് വരും? തീ വരും അല്ലേ? തീപ്പെട്ടികൾ വരച്ച് തീ കത്തിക്കാറില്ലേ? അവിടെ തീ കാണാനുണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് വന്നു? ഈ അതിൻ്റെ അകത്തിരുന്ന് ആ സ്പർശനം കൊണ്ട്, ഘർഷണം കൊണ്ട് അകത്തുനിന്ന് തീ പുറത്തേക്ക് വന്നു. ഇതുപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ വിറകുകളിലും അങ്ങയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. ദാരുഷു വിഭാവഫു വത്, ദാരുക്കളിൽ വിഭാവഫുവിനെ പോലെ, അഗ്നിയെപ്പോലെ വിഭാഫി. നശ്വരങ്ങളായ ശരീരങ്ങളിൽ അനശ്വരനായ അങ്ങ് അധിവസിക്കുന്നു. ശരീരം നശ്വരമാണ്, അതാർക്കും കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇതെവിടെയും എന്തു ചെയ്യും? വീണുപോകും. ക്ഷീരത്താകുന്നതാണ് ശരീരം, പൊടിഞ്ഞ് നശിച്ചു പോകാനുള്ളതാണ് ശരീരം. ആ ശരീരത്തെ നന്നാക്കാനാണ് നമുക്ക് കൂടുതൽ ശ്രമം. ശരീരം കേടാവരുത്, ശരീരം നന്നായിരിക്കണം,
നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ഗുളിക കഴിച്ച്, നല്ല ഭക്ഷണം തപ്പി എവിടെയെങ്കിലുമൊക്കെ നടന്ന് ശരീരത്തെ നന്നാക്കി വളർത്തി, നല്ല വസ്ത്രം കൊടുത്ത് എല്ലാം നന്നാക്കി ശരീരത്തെ മിനുക്കി നന്നാക്കി ഒരു ദിവസം കിട്ടുന്നത് എന്താണ്? ഈ 24 മണിക്കൂറിൽ 10 മണിക്കൂറും ശരീരത്തെ നന്നാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു. അത് കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയാണ്. ഈ ശരീരം എന്തിനുള്ളതാണ്? ശരീരത്തായിട്ട് പോകാനുള്ളതാണ്. പോകാത്ത ഒരെണ്ണം അതിൻ്റെ അകത്തുണ്ട്. ആരാണ്? ആത്മചൈതന്യം. അതിനെ വളർത്താൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. അതൊട്ട് വളരുകയില്ല. കൊണ്ട് അത് വളർന്നാൽ ശരീരത്തിൻ്റെ ശക്തി താനെ കിട്ടും എന്നല്ലേ ഇപ്പം പറഞ്ഞേ. ഈ ആത്മശക്തി വളർന്നു വന്നാൽ ശരീരത്തിൻ്റെ ശക്തി തന്നെ കിട്ടും. അത് വളർത്തിയെങ്കിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ, അതില്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ശരീരം അത്യാവശ്യം പരീക്ഷിച്ചാൽ മതി. അതൊക്കെ ഇതെന്തായാലും പോകാനുള്ളതല്ലേ, പോട്ടെ ഇത്രയൊക്കെ മതി എന്ന് ഒരു ഉപേക്ഷ വിചാരിക്കാൻ സാധിച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതാണ് ചെയ്യേണ്ടത്. ആരാണ് ഈ സ്തുതിക്കുന്നത്? 5 വയസ്സുള്ളൊരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ്? ശംഖിൽ കൂടി ഭഗവാൻ അകത്തേക്ക് കടത്തിവിട്ട ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സ്വരൂപം ഈ കുട്ടിയെ ഏറ്റവും വലിയ മഹർഷിയാക്കി മാറ്റിയില്ലേ? ഭഗവത് ചൈതന്യത്തിന് എന്താ ചെയ്യാൻ പറ്റാത്തത്? അവിടെ കുട്ടികളെന്നോ വൃദ്ധന്മാരെന്നോ സ്ത്രീകളെന്നോ ഈ ഒരു ഭേദം ആർക്കില്ല? ഭഗവാനില്ല. തൻ്റെ ചൈതന്യം ഒന്ന് സ്പർശിച്ചാൽ മതി, അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ നിറയ്ക്കാൻ പറ്റും. വൈദ്യുതിയുടെ സ്പർശനം പോലെയാണ് ഭഗവാന്റെ ഈ ശംഖുകൊണ്ടുള്ള സ്പർശനം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് നശ്വരമായ ശരീരത്തിൻ്റെ അകത്ത് അനശ്വരനായ ഈശ്വരനുണ്ട് എന്ന് എപ്പോഴും തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടും. ശരീരത്തെക്കുറിച്ച് അറിയത്തുള്ളൂ, ഈശ്വരനെക്കുറിച്ച് അറിയാറില്ല. അതുകൊണ്ട് ശരീരത്തെ നന്നാക്കിയെടുക്കാൻ മാത്രമല്ല ശ്രമിക്കേണ്ടത്, ഒപ്പം ആത്മചൈതന്യത്തെക്കുറിച്ച് വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് അങ്ങയെ മറക്കുന്നവർ കൃതഘ്നന്മാരാണ്. വിസ്മജ്യതേ കൃതവിധ കഥം ആർത്തബന്ധോ. ആർത്തന്മാർക്ക്, ദുഃഖിതന്മാർക്ക് ബന്ധുവായിരിക്കുന്ന ഹേ ഭഗവൻ, അങ്ങയെ ആർക്കും മറക്കാൻ പറ്റുന്ന ചോദിച്ച്. ഈ ധ്രുവൻ ഇനി ഒരിക്കലും ഈശ്വരനെ മറക്കുമോ? ഇല്ല. ഇങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടല്ലേ. നമ്മൾക്ക് ഇങ്ങനത്തെ 100 അനുഭവം കാണിച്ചു തന്നാലും നമ്മൾ പോവോ? ഇല്ല. നമ്മളെന്ത് ചെയ്യും? അവരെ പഴി പറഞ്ഞു പോവില്ലേ ഉള്ളൂ. ധ്രുവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത് അവരെ പഴി പറയേണ്ട മകനെ, നീ ഈശ്വരനെ ആരാധിച്ചോളൂ, നിനക്ക് വേണ്ടത് മുഴുവൻ അവിടെ നിന്ന് കിട്ടുമെന്നാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ കെൽപ്പുള്ള ഒരു അമ്മയാണ് നമുക്ക് ഭാരതത്തിന് വേണ്ടത്. അതുകൊണ്ട് എന്തു ചെയ്യണം? അങ്ങയെ മറക്കുന്നവർ കൃതഘ്നന്മാരാണ്. ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്ന ഈശ്വര ഫത്തയെ ഒരിക്കലും മറക്കരുത്. നമ്മൾ ആഗ്രഹിക്കാത്തത്, നമ്മൾ വിചാരിക്കാത്തത്, നമ്മൾ സങ്കല്പിക്കാത്തതൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ആത്മചൈതന്യത്തെ മറക്കരുത്. ഇനിയും സകാമന്മാരെ നിന്ദിക്കരുത്. ഇപ്പം നീ തപസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്തിനു വേണ്ടിയാണ്? ഈ ഫുരിജി അമ്മയുള്ള പ്രതികാരം വീട്ടാനാണ്. ഉറപ്പായത് അല്ല, മോക്ഷത്തിന് വേണ്ടി മാത്രം അല്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ ആഗ്രഹങ്ങളുള്ളിൽ വെച്ചുകൊണ്ട് തപസ് ചെയ്യുന്നവരെയോ ഭക്തി കാണിക്കുന്നവരെയോ നിന്ദിക്കരുത് മാത്രമേ ഉള്ളൂ. അത് നല്ലതല്ല, പക്ഷെ അവരെന്ത് ചെയ്ത് നിന്ദിക്കരുത്. നോക്കൂ, എത്ര സുന്ദരമായൊരു ഉപദേശമാണ് കൊടുത്തത്. ഈ കൊച്ചുകുട്ടി ഭഗവാനോട് പറയുകയാണ്, എന്നെ എന്ത് ചെയ്യരുത്, ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അമ്മയോടുള്ള പ്രതികാരം വീട്ടാനുള്ള ബലം എനിക്കുണ്ടാവണമെന്നാണ്. അങ്ങനെ ആരെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ട് തപസ് ചെയ്താൽ അതിനെ എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്. അതിനെയും പരിപാലിക്കാൻ അങ്ങയ്ക്ക് കഴിയും. അങ്ങനെയുള്ളവനാണ് അങ്ങ്. അതേപോലെ എന്താണ് ഈ ഭക്തിമുഹുപ്രവഹതം ത്വയിമേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാം അമലാശയാനാം. ഭക്തി വീണ്ടും വീണ്ടും വളർന്നു വരട്ടെ. ഇപ്പോൾ ഉണ്ടായി ചെറിയ ഭക്തി, ഒരു തിരുനാളം പോലുള്ള ഭക്തി വളർന്ന് വളർന്ന് വളർന്നൊരു വലിയ ജ്വാലയായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഒരിക്കലും നഷ്ടപ്പെടരുത്. തപസ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി കഴിയുമ്പോഴും എന്ത് ചെയ്യരുത്? അന്നത്രയൊക്കെ ചെയ്തു ഭഗവാനെ കണ്ടു, അത്രേ ഉള്ളൂ, ഇനി ഭാരമില്ല, എനിക്ക് നാളെ എന്ത് ചെയ്യാം, അങ്ങനെ ചിന്ത ഒരിക്കലും എനിക്കുണ്ടാവരുത്. നമുക്കൊക്കെ എങ്ങനെയാണ്? ഇന്ന് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു, പ്രസാദം കിട്ടി, ഹാവു സന്തോഷമായി, നാളെ മുതൽ ഇനി എന്തും ചെയ്യാം, ഏത് ദുഷ്കർമ്മവും ചെയ്യാം, ഈ ഒരു വിചാരം എന്നിൽ ഉണ്ടാവരുത്. നോക്കൂ, എത്ര സുന്ദരമായൊരു പ്രാർത്ഥനയാണ്. കിന്തു അന്തകാഫി ലുളിതാത് പതതം വിമാനാത്. അന്തകൻ്റെ വാള് നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ?
എപ്പോൾ വേണേൽ ആര് വരാം? മരണം വരാം. സമയം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വീട്ടിൽ ഭക്ഷണം കഴിച്ച് എന്താണ് സുഖമായിട്ട് കഫേയൊക്കെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നതാണ് ഹാവു പിന്നെ ബോധമില്ലാതെ ആൾ വീണു. ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അപ്പോൾ അന്തകൻ്റെ വരവ്, അന്തകൻ്റെ വാള് ചുറ്റും എപ്പോഴും ഇങ്ങനെ നിരന്നിപ്പുണ്ട്. എപ്പോഴാണത് എൻ്റെ മേൽ പ്രയോഗിച്ച് എന്നെ അവസ്ഥനാക്കുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഏത് സമയം വരെ ഉണ്ടോ അതുവരെയും ഭക്തി ഉള്ളിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കണം. അന്തിമ സമയത്ത് ഭക്തി ഉണ്ടാകാം എന്ന് വിചാരിച്ചാൽ പറ്റുമോ? അന്നേരം ഉണ്ടാവണമെന്നില്ലല്ലോ. അന്തിമം എപ്പോഴാണെന്ന് അറിയാമെങ്കിലേ പറ്റുള്ളൂ. ശരി, ഞാൻ മരിക്കാറാകുമ്പോൾ ഈശ്വരനാമമൊക്കെ ഉച്ചരിച്ചോളാം. എപ്പോഴാണ് മരിക്കാറാകുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാസമയവും ഇത് ഉച്ചരിച്ചു കൊണ്ട് നടന്നുള്ളൂ. എപ്പോൾ വേണേ മരിച്ചോട്ടെ. എപ്പോൾ മരിച്ചാലും എൻ്റെ മനസ്സിൽ ആരാ ഉള്ളത്? ഈശ്വര സ്വരൂപം മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ മറ്റൊന്നുമല്ല. മരിക്കുന്ന സമയത്ത് മനസ്സിൽ എന്തൊരു ചിന്തയാണോ ആ ചിന്തയ്ക്കനുസരിച്ചാണ് പിന്നീട് ജന്മങ്ങൾ വരിക. മരിക്കുന്ന സമയത്ത് ഈശ്വര ചിന്തയാണെങ്കിൽ പിന്നെ ജന്മം ഉണ്ടാവില്ല. അല്ല, അന്നേരം മറ്റേ ആരെക്കുറിച്ച് ചിന്തിക്കുന്നോ അതുപോലെ സ്വരൂപം വീണ്ടും എടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ചിന്തയെ ഉത്കൃഷ്ടമാക്കാൻ വേണ്ടിയാണ് യത്നിക്കേണ്ടത്. അതുകൊണ്ട് ഭൂയാത് അനന്ത മഹതാം അമരാശയാനാം ഏനാഞ്ചഫോൽബണം ഒരു വ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവത് ഗുണകഥ അമൃതപാനമത്ത. അങ്ങയുടെ കഥാമൃതം പാനം ചെയ്ത് മത്തനായി നടക്കാൻ പറ്റണം. ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളം എന്താണ്? കീർത്തനം കേൾക്കൽ. ഭഗവാന്റെ കീർത്തനങ്ങൾ നിരന്തരം കേൾക്കുക. ഇതാണ് ഭക്തിയുടെ ആദ്യത്തെ അടയാളം. എവിടെ ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുന്നുവോ അവിടെ പോയിരുന്ന് വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കുമ്പോൾ മനസ്സ് പല വഴിയിലൊക്കെ പോകും. പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. മനസ്സ് പല വഴി പോയാലും എവിടെയിരിക്കുന്നേ? യജ്ഞശാലയിലിരുന്ന് ആരെ കീർത്തിക്കുകയാണ്? ഭഗവാന്റെ അപദാനങ്ങൾ പാടുന്നത്, കഥ പറയുന്നത്, ചൊല്ലുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിലൊരു പരിഭവവും വിചാരിക്കേണ്ട. പതുക്കെ 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 പോയ മനസ്സ് ഇവിടേക്ക് തിരിച്ചു വരും. തിരിച്ചു വന്ന് പതുക്കെ ഭഗവത് സ്വരൂപത്തിലേക്ക് ചേരാൻ പറ്റും. അതുകൊണ്ട് ആദ്യമൊക്കെ യജ്ഞവേദിയെ വന്നിരിക്കുമ്പോൾ എന്താണ്, മനസ്സ് വീട്ടിലും നാട്ടിലും പല വഴിയിലും പോവും. ചിലപ്പോൾ കണ്ണടച്ച് 10 മിനിറ്റ് ഉറങ്ങും. ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ യജ്ഞവേദിയിൽ ഇരുന്ന് ഉറങ്ങുന്നതിൽ ഒരാക്ഷേപമില്ല. ഭാഗവതം കേട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റുമല്ലോ. വീട്ടിലിരുന്നാൽ പറ്റുമോ? ഇല്ല. ദുഷ്ടവിചാരത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ വന്നിരുന്നാലോ ഭാഗവത കഥ കേട്ടുകൊണ്ട് ഉറങ്ങാൻ പറ്റും. അതൊരു ഭാഗ്യമല്ലേ? അതുകൊണ്ട് എന്താണ്, ഇവിടെ വന്നിരുന്ന് 10 മിനിറ്റ് ഉറങ്ങിയാലോ ചിന്ത പരവഴി പോയാലോ വ്യസനിക്കേണ്ട ആവശ്യമില്ല, ഖേദിക്കേ വേണ്ട. അതൊരു മഹാഭാഗ്യമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവിടേക്ക് വന്നു ചേരാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങാണ്. ധ്യാനം കൊണ്ട് അഗ്നിയിലേക്ക് എനിക്ക് ലയിക്കാൻ പറ്റണം. സ്വർഗമല്ല ശ്രേഷ്ഠം, ഭക്തി കൊണ്ട് നേടേണ്ടത് സംസാര സമുദ്രത്തെ മറികടക്കാനുള്ള കരുത്താണ് എന്നർത്ഥം. നമുക്ക് വേണ്ടതാണ് ഈ സംസാര സാഗരത്തെ മറികടക്കാനുള്ള കരുത്ത് നേടിയെടുക്കണം. അതിനാണ് ജീവിതം മുഴുവൻ. അല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നേരിടാനല്ല നമ്മുടെ കരുത്ത്. ഈ വള്ളം തുഴഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റണം? അക്കരെ എത്തിക്കാൻ പറ്റണം. എത്ര കാറും കോളും വന്നാലും, അതൊക്കെ ഉണ്ടാവാം, വന്നാലും അതിനെ അതിജീവിച്ച് എന്താണ്, ഈ ഭക്തിയാകുന്ന തുഴ കൊണ്ട് ഈ വള്ളം തുഴഞ്ഞ് അക്കരെ എത്തിക്കാൻ എനിക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ അക്കരെ എത്തുന്നതിന് മുമ്പ് കാറ്റും കോളും വന്ന് വള്ളം മുക്കാതെ നോക്കിയാൽ മാത്രം മതി. അതല്ല ജോലിയാണ്, അങ്ങയുടെ ജോലിയാണ്. ഞാൻ തുഴയാം, അതെൻ്റെ കഴിവാണ്. പക്ഷേ വള്ളം അക്കരെ എത്തിക്കേണ്ടത് അങ്ങയുടെ കഴിവാണ്. അതുകൊണ്ട് ഈ സംസാരസാഗരത്തിൻ്റെ മറുകരയ്ക്ക് എത്തിക്കാൻ അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ യത്നം, അങ്ങയുടെ പ്രയത്നം ഇതിന് അനിവാര്യമാണ്. അതുകൊണ്ട് മാത്രമേ സമുദ്രം കടക്കാൻ പറ്റുകയുള്ളൂ. ആശ്രയിക്കേണ്ടത് ബ്രഹ്മത്തെയാണ്, മറ്റൊന്നിനെയുമല്ല. സത്യാശിഷോ ഹി ഭഗവം സ്തവപാദപത്മം ആശീസ്തഥ അനുഭജത പുരുഷാർത്ഥമൂർത്തേ അപ്യേവമാര്യ ഭഗവൻ പരിപാതിദീനാൻ വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മൻ. നിഷ്കാമ ഭക്തി വേണം എന്ന് നാരദൻ പറഞ്ഞിരുന്നു. ശരിയാണ്. പക്ഷേ ആദ്യം സകാമഭക്തി ഉള്ളിലുണ്ടാകാം. സകാമത്തോടുകൂടി വരുന്ന ഭക്തന്മാരെയും ഉപേക്ഷിക്കില്ലല്ലോ അങ്ങ്. അവർക്ക് വേണ്ടതൊക്കെ എന്തു ചെയ്യും? സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അത് ഏതുപോലെയാണ്? വാശ്രേവ വത്സകമനുഗ്രഹകാതരോസ്മാൻ. നവപ്രസൂതയായ ഒരു പശു തൻ്റെ കുട്ടിക്ക് പാല് കൊടുത്ത് വളർത്തുന്ന പോലെ
വാശ്രേവ വത്ഫകം അനുഗ്രഹകാതരോസ്മാൻ. ഇതേപോലെ ഞങ്ങൾക്ക് പാല് തന്ന് ഞങ്ങളെ വളർത്തണം എന്നുള്ളൊരു ബാധ്യത ആർക്കുണ്ട്? അങ്ങേക്കുണ്ട്. ഒരു കൊച്ചു കുട്ടിയുടെ സ്തുതിയാണ് നോക്കണം. അമ്മ എങ്ങനെയാണോ കുട്ടികൾക്ക് പാല് കൊടുത്ത് വളർത്തുന്നത്, ഇതുപോലെ ഈ സകാമന്മാരായ ഭക്തന്മാരെ ഉപേക്ഷിക്കരുത്, അതും അങ്ങേക്ക് ആവശ്യമാണ് എന്നിങ്ങനെ അഥാഭിഷ്ടുദേവം ഫവൈ സത്സങ്കൽപ്പേന ധീമതാം. അങ്ങനെ നല്ല സങ്കല്പം കൊണ്ട് ആ ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ, ഹേ ബാലക, നിൻ്റെ ആഗ്രഹം എനിക്ക് മനസ്സിലായി. തത് പ്രേക്ഷാമി ഭദ്രം തേ ദുരാപമപി സൗവ്രത. പ്രാപിക്കാൻ വിഷമമാണെങ്കിലും നിൻ്റെ ആഗ്രഹത്തെ ഞാൻ സാധിച്ചു തരാം. അതുകൊണ്ട് നീ എന്ത് ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങൾ നിനക്ക് സാധിച്ചിരിക്കും എന്ന് സകാമഭക്തന്മാർക്ക് വേണ്ട അനുഗ്രഹം കൊടുത്തു. എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് സാധിച്ചിരിക്കും. ഇത് കൂടാതെ അഡീഷണലായിട്ട് ഞാൻ ഒന്നും കൂടെ തരികയാണ്. എന്താണ്? നീ എത്തുന്നത് ധ്രുവപദത്തിലേക്കാണ്. കാരണം ഇതുവരെ മറ്റാർക്കും ലഭിക്കാത്ത ഒരു ബ്രഹ്മപദത്തിൻ്റെ പേര്. ധ്രുവം എന്ന വാക്കിനർത്ഥം ഇളകാത്തത്, ഉറച്ചിരിക്കുന്നതാണ്. ഇളകാത്ത ഒരു പദം, ഉറച്ചിരിക്കുന്ന പദം ബ്രഹ്മപദം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തിരിച്ചു വരേണ്ടി വരും. ഈ 14 ലോകങ്ങളിൽ എവിടേക്ക് പോയാലും തിരിച്ചു വരേണ്ടി വരും. മുകളിലേക്ക് 7 ലോകമുണ്ട്. എവിടേക്ക് ചെന്നാലും പിന്നെയും തിരിച്ചു വരേണ്ടി വരും. തിരിച്ചുവരവില്ലാത്ത ഒരു ലോകം, ഒരു സ്ഥാനം, ഇതുവരെ ആരും എത്താത്ത ഒരു വലിയ മഹത്തായ സ്ഥാനം, ധ്രുവപദം എന്നാണ് എൻ്റെ പേര്. അവിടേക്ക് നിന്നെ ഞാൻ എത്തിക്കും. ഇന്നല്ല, ആയിട്ടില്ല, കുറച്ച് കഴിഞ്ഞുള്ളൂ. അതുവരെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് കൊട്ടാരത്തിൽ പോയി സുഖമായി ജീവിക്കൂ എന്ന് അനുഗ്രഹിച്ചിട്ട്, പക്ഷേ ലക്ഷ്യത്തിലേക്ക് നിന്നെ എത്തിക്കും. അതാണ് തപസ്സിൻ്റെ ഏറ്റവും വലിയ ഫലം. നാളെ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഉള്ളതല്ല. അതുകൊണ്ട് ശരീരവാസനകളിൽ ആ സ്ഥാനത്തിലെത്താം. അതുവരെ രാജ്യം ഭരിക്കുക തന്നെ ചെയ്യണം. ഭുവ സ്വ ജന തപോ സത്യ ലോകങ്ങൾക്ക് അപ്പുറത്തുള്ള ധ്രുവം എന്നൊരു സ്ഥാനം കൽപ്പിക്കുകയാണ്. 7 ലോകമേ മുകളിലേക്കുള്ളൂ. 8ാമതൊരു ലോകം കൽപ്പിച്ചു, ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നിന്നെ ഇരുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ പറഞ്ഞു. മുമ്പിൽ നിന്ന് ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു, കൊട്ടാരത്തേക്ക് തിരിച്ചു പൊക്കോളൂ എന്ന് പറഞ്ഞാൽ വിട്ടത്. ഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ധ്രുവൻ ആ ഭക്തി ഉത്തമനെയും സുരുചിയെയും ജയിക്കുവാനുള്ളതായിരിക്കണം. ഇതാണ് സകാമഭക്തി. സുരുചിയുടെ അഹന്തയെ എന്ത് ചെയ്യണം? ഇല്ലാതാക്കണം. ഉത്തമനെ ലഭിച്ച ഒരു സ്ഥാനമുണ്ട്, അത് തനിക്ക് കിട്ടുന്ന ഒരു സ്ഥാനമാണ്. ഈ ആഗ്രഹം ഇപ്പോഴും ആരുടെ ഉള്ളിലുണ്ടായിരുന്നു? ഈ ധ്രുവൻ്റെ ഉള്ളിൽ. അത് ഭഗവാൻ അറിയായിരുന്നു. അത് പെട്ടെന്ന് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകാം. അതാ പറഞ്ഞേ, സകാമഭക്തന്മാരെ അനുഗ്രഹിക്കൽ ഭഗവാന്റെ കൃത്യമാണ്. അതിരിക്കട്ടെ. അതോടൊപ്പം അതിനുള്ള സുരുചിയും ജയിക്കാനുള്ളതായി തീർന്നിരിക്കണം ഈ സകാമഭക്തി. അതുകൊണ്ട് അല്പകാലമേ ഉള്ളൂ എങ്കിലും അത് നിലനിൽക്കുക തന്നെ വേണം. ചികിത്സേവ ഗതായുഷി. ആയുഷില്ലാത്തവൻ്റെ ചികിത്സ പോലെയാണെന്നർത്ഥം. ആയുഷില്ലാത്തവനെ ചികിത്സിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? കാരണം നിമിഷങ്ങൾക്ക് അകം മരിക്കാൻ പോകുന്ന ഒരാൾക്ക് ആവശ്യമില്ലാത്ത കുറേ ഇഞ്ചക്ഷനും മരുന്നും എല്ലാം കൂടെ കുത്തിവെച്ചിട്ട് ഒരു കാര്യമില്ല. അതുപോലെയാണ് ഇവിടെ ഈ ഭക്തി. അല്പകാലമേ ഉള്ളൂവെങ്കിലും നമ്മുടെ ഭക്തിയും അങ്ങനെയാണ്. അല്പകാലത്തേക്കൊക്കെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതല്ല വേണ്ടത്. ഈ അങ്ങേയറ്റം വരെ ഒരിക്കലും നഷ്ടപ്പെടാത്ത, അതാണ് അഹൈതുകി അപ്രതിഹത ഭക്തി. ഒരിക്കലും പ്രതിഹതമില്ലാത്ത ഒരു ഭക്തിയാണ് നമുക്കുണ്ടാകേണ്ടത്. ധ്രുവന് സംസാരത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. നോക്കൂ, ധ്രുവപദം വരെ എത്താനുള്ള ആ ലക്ഷ്യത്തിൽ നിന്നും അദ്ദേഹം തിരിച്ച് സംസാരത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തി. കാരണം ഈ വാസന നശിപ്പിക്കണമെങ്കിൽ 5 വയസ്സ് പോരാ, ഒരു ജന്മം മുഴുവൻ വേണം. ഇതുകൊണ്ടാണ് 50, 60, 70, 80, 90 ഒക്കെ ആയാലും മരിക്കാത്തത്. കാരണം എന്താണ്? ഈ വാസന മുഴുവൻ നഷ്ടപ്പെട്ടെങ്കിലേ വിട്ടുപോകാൻ പറ്റുള്ളൂ. ഈ വാസന ഇരിക്കുന്നിടത്തോളം നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് മരിക്കാത്തത്? 4, 5, 10 വർഷമായി. എന്താണ്? ഇതിനകത്ത് കിടക്കുകയാണ്. ജീവനൊന്ന് പോകണ്ടേ? പോകുന്നില്ല.
കാരണം എന്താണ്? കടുത്ത കർമ്മവാസനകൾ ജീവനെ പുറത്തുവിടാൻ സഹായിക്കില്ല. അതുകൊണ്ട് ഈ കർമ്മവാസനകളെ ശരിക്കും നന്നാക്കിയെടുക്കാനാണ് നിത്യേന നാമം ജപിച്ച് ഫൽക്കഥകൾ കേട്ട് ഇങ്ങനെയുള്ള സജ്ജനങ്ങൾ പങ്കെടുത്ത് സത്സംഗം ചെയ്തുകൊണ്ടിരുന്നാൽ അറിയാതെ ക്ഷയിച്ച് വരും. അറിയാതെ ക്ഷയിച്ച് വളരെ വേഗം ആയുസ് ഒടുങ്ങുന്ന സമയത്ത് സുഖമായി മരിക്കാൻ പറ്റും. നമ്മുടെ ആഗ്രഹം അതാണ്, സുഖമരണം. ആരെയും വിഷമിപ്പിക്കാതെ ഖേദിക്കാതെ എനിക്ക് സുഖമായി മരിക്കണം. അതിനുള്ള ഒറ്റ വഴി ഇതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ധ്രുവനെ സംസാരത്തിലേക്ക് മടങ്ങി വന്നു. വാസന നശിപ്പിക്കാൻ വേണ്ടി ഒരു ജന്മം മുഴുവൻ വേണ്ടി വന്നു. നവൈ മുകുന്ദവ്യപദാരവിന്ദയോ രജോജുഷസ്നാത ഭവാദിശോ ജനാഃ വാഞ്ചന്തി തദ്ദാസ്യമുദേ അർദ്ധമാത്മനോ യദൃച്ഛയ ലബ്ധമനഃസമൃദ്ധയാം. മുകുന്ദൻ്റെ പദാരവിന്ദങ്ങളിൽ രജസ്സു കൊണ്ട്, പൊടി കൊണ്ട് സ്നാനം ചെയ്ത അങ്ങയെപ്പോലുള്ള ജനങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതൊക്കെ സംസാര ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എതിർച്ഛയ ലബ്ധമനഃസമൃദ്ധയ, യാദൃച്ഛികമായിട്ടും കിട്ടിയ ഈ ഒരു അവസ്ഥ ഒരു സമൃദ്ധിക്ക് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ധ്രുവൻ തിരിച്ച് രാജകൊട്ടാരത്തിലെത്തി. എത്തുമ്പോൾ ഉദ്യാനത്തിൻ്റെ മുമ്പിൽ വെൺകൊറ്റക്കുടകളും കൊടിതോരണങ്ങളും പുഷ്പമാലകളും പലഹാരങ്ങളും കൊണ്ട് അച്ഛനും സുരുചിയും ധ്രുവനും കാത്തുനിൽപ്പുണ്ട്. നോക്കൂ, അവിടെ പ്രതികാരം വീട്ടിയിരുന്നെങ്കിൽ ഇത് കിട്ടുമോ? ഇല്ല. അപ്പം സുരുചിയുടെ മുഖത്ത് നോക്കി 4 ചീത്ത പറഞ്ഞൊരു തല്ലും കൊടുത്തിരുന്നെങ്കിൽ ഇത് കിട്ടുമോ? കിട്ടില്ല. ഇതാണ് സുനീതി ഉപദേശിച്ചു കൊടുത്തത്. അതാണ് ഇവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ആരെ കണ്ടേ പറ്റൂ? ഈശ്വരനെ കണ്ടേ പറ്റുള്ളൂ. ഇദ്ദേഹം തപസ്സിന് പോയപ്പോൾ അമ്മയുടെ മനസ്സ് മാറി. അമ്മയുടെ മനസ്സ് മാറി, ധ്രുവൻ്റെ മനസ്സ് മാറി, രാജാവിൻ്റെ ദുഃഖം ഇല്ലാതാക്കി. ഇവരെല്ലാം താലപ്പൊലിയും വാദ്യഘോഷങ്ങളും കൂടി ആരെ സ്വീകരിക്കാൻ? ഈ 5 വയസ്സുള്ള പുത്രനെ സ്വീകരിക്കാൻ കാത്തു നിൽപ്പുണ്ട്. അതുകൊണ്ട് അവരെല്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. എന്നല്ല, ഉത്തമൻ അവിവാഹിതനായിട്ട് രാജ്യം സ്വീകരിക്കുന്നില്ല എന്ന് തന്നെ നിശ്ചയിച്ചു. പിന്നെ രാജ്യം സ്വീകരിക്കാൻ ആരേ ഉള്ളൂ? ധ്രുവൻ. അങ്ങനെ ധ്രുവൻ രാജ്യാധികാരമേറ്റു. 2 വിവാഹം കഴിച്ചു. ഒന്ന് ഭ്രമി, മറ്റൊന്ന് ഇള. ആ ഭ്രമിയിൽ 2 പുത്രന്മാരും ഇളയിൽ ഒരു പുത്രനുണ്ടായി. ഉത്തമനൊന്നും ഉണ്ടായില്ല. അവൻ രാജ്യം സ്വീകരിക്കാതെ പോയി. യാദൃച്ഛികമായിട്ട് ഉത്തമൻ നായാട്ടിന് പോയി വഴിക്ക് വെച്ച് ഈ ഭൂലോകമൊക്കെ വിട്ട് പല പല ലോകങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകാൻ ആ ഉത്തമന് പറ്റുമായിരുന്നു. അവിടെ വെച്ച് ഗന്ധർവന്മാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. അതിഭയങ്കരമായ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ഗന്ധർവന്മാരെല്ലാം കൂടെ ധ്രുവനെ കൊന്നുകളഞ്ഞു. ഈ വാർത്ത കേട്ട് സുരുചി ഗന്ധർവ ലോകത്തിലേക്ക് ഓടിപ്പോയി. ഇന്ന് ആ മകൻ്റെ ചിതാഗ്നിയിൽ ചാടി അവളും എന്ത് ചെയ്തു? സുരുചിയും മരിച്ചു. നോക്കൂ, ആദ്യം കണ്ട സുരുചിയും ആദ്യം കണ്ട ഉത്തമനും എന്ത് ദുരന്തത്തിലേക്കാണ് പോയത്. ഈ കഥ വരച്ച് കാണിച്ചതാണ്. അതുകൊണ്ടാണ് ഇത് കഥയല്ല, ഇത് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്നൊരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുരുചിയും അവൻ്റെ പിറകെ പോയി മരിച്ചു. ഇതറിഞ്ഞപ്പോൾ ധ്രുവൻ്റെ ക്ഷാത്ര തേജസ് വിട്ടുപോയില്ല. ഗന്ധർവന്മാരെ മുഴുവനും ഉന്മൂലനം ചെയ്തിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. എൻ്റെ ജ്യേഷ്ഠനെയും എൻ്റെ അമ്മയും നിഗ്രഹിച്ചവരാണ്. ഗന്ധർവന്മാരോട്ട് ഗംഭീരമായ യുദ്ധമായി. അവിടെ ധ്രുവൻ പോയി. ആ യുദ്ധത്തിൽ ധ്രുവൻ ജയിക്കാനാവാത്ത മട്ടിൽ ഗന്ധർവന്മാർ വിഷമിതരായി. 2 പേരും അതിഭയങ്കരമായ യുദ്ധം നീണ്ടുവന്നപ്പോൾ മുത്തശ്ശൻ വൈവസ്വതമനു അവിടെ എത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ധ്രുവ, ഇതിങ്ങനെ കൊണ്ടുപോയാൽ എന്ന് തീരും? ഇത് തീരില്ല, ആർക്കും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ധർമ്മമല്ല. യുദ്ധം ചെയ്യേണ്ടത് ശത്രുക്കളോടാണ്. ഗന്ധർവനാണല്ലോ യുദ്ധം ചെയ്തത്. ഇതിപ്പോൾ ശത്രുവല്ല ഇവരാരും. സുരുചിയും ഉത്തമനും പോയത് അവരുടെ കർമ്മഫലമാണ്. ഇതൊക്കെ നാരദൻ നിനക്ക് ഉപദേശം തന്നല്ലേ? ഇതൊക്കെ കേട്ടറിഞ്ഞല്ലേ? പിന്നെന്തിനീ യുദ്ധകോലാഹലത്തിന് പോകുന്നു? പിന്തിരിഞ്ഞു പോരൂ. അങ്ങനെ മുത്തശ്ശൻ്റെ ഉപദേശം നന്നായി കേട്ട് കഴിഞ്ഞപ്പോൾ ആയുധം താഴെ വെച്ച് അവിടുന്ന് പിന്തിരിഞ്ഞ്
യക്ഷന്മാരുടെ അധിപതി കുബേരനാണ്. കുബേരനാണ് അവരുടെ രാജാവ്. അദ്ദേഹത്തെ കണ്ട് ക്ഷമ ചോദിക്കാനായിട്ട് കുബേരൻ്റെ രാജധാനി ചെല്ലും. അപ്പോൾ കുബേരൻ അവിടെ വിളിച്ചിരുത്തിയിട്ട് കുറേ ഉപദേശം കൊടുക്കും. ദേഹാത്മബുദ്ധി ഉപേക്ഷിക്കണം എന്ന് കുബേരൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ദേഹവും ജീവാത്മാവുമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ബുദ്ധി ഉപേക്ഷിക്കണം. പരമാത്മ ചൈതന്യമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തിരിച്ചറിയണം. മറ്റു ബുദ്ധിയൊക്കെ ഉപേക്ഷിക്കണം. ബുദ്ധി പരമാത്മാവിലേക്ക് എത്തണം. ബുദ്ധി ഭൗതികമായ വിഷയങ്ങളിലേക്ക് വ്യാപരിച്ച് അത് കൊനഷ്ടു പിടിച്ച് കേടാക്കി മാറ്റുകയല്ല വേണ്ടത്. അതിനെ ഈശ്വരനിലേക്ക് തിരിച്ചു വിട്ടാൽ ബുദ്ധി തന്നെ വികസിച്ചു വരും. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ അദ്ദേഹം കൊടുത്തു. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം പിൻവാങ്ങിപ്പോയി. 3000 വർഷത്തോളം ധ്രുവൻ രാജ്യം ഭരിച്ചു. നമുക്ക് സങ്കല്പിക്കാനാവാത്ത, നമുക്ക് ഇത്രയും തപസ് ചെയ്ത ധ്രുവന് പിറ്റേ ദിവസം മോക്ഷം കിട്ടിയൊന്നുമില്ല. ഇത്രയും വർഷം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജ്യം ഭരിച്ചിട്ട് അവസാനം പുത്രന്മാരെ രാജ്യം ഏൽപ്പിച്ചിട്ട് ബദരിയാശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് അഷ്ടാംഗയോഗം അനുഷ്ഠിച്ചു. അത് യോഗവിധികൾ ഓരോന്നും അനുഷ്ഠിച്ച് സമാധ്യാവസ്ഥയിൽ വരെ എത്തി. ആ സമാധ്യാവസ്ഥയിലെത്തിയപ്പോൾ ദിവ്യമായൊരു വിമാനം മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നു. കനകപ്രഭയുള്ള വിമാനം. അതിൻ്റെ അകത്ത് 2 വിഷ്ണു പാർഷദന്മാർ. ഈ വിമാനത്തിലേക്ക് കയറിക്കോളൂ, അങ്ങേ കൊണ്ടുവരാൻ ഭഗവാൻ തന്നയച്ചിരിക്കുകയാണ്. ഉടലോട് സ്വർഗത്തിൽ പോകാൻ പറ്റുക, ഉടലോട് മോക്ഷത്തിലേക്ക് പോകാം. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഇവിടെ ഈ ശരീരം ഉപേക്ഷിച്ചിട്ടേ എല്ലാവരും പോകാറുള്ളൂ. ധ്രുവനോട് പറഞ്ഞു, ഈ ശരീരത്തോടെ വിമാനത്തിൽ കയറിക്കോളൂ. ധ്രുവൻ അത്ഭുതപ്പെട്ടു. അതെ, ഭഗവാന്റെ ആജ്ഞയാണ്, ഞങ്ങൾ 2 പേരെ ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ്, അങ്ങോട്ട് കൊണ്ടുപോകാൻ. ശരിയാവട്ടെ എന്ന് പറഞ്ഞു ധ്രുവൻ ആ വിമാനത്തിലേക്ക് കയറി. പോകുന്നത് സ്വർഗമല്ല, ഭൂർ ഭുവ സ്വ ജന തപ സത്യ, അതിൻ്റെയും അപ്പുറത്ത് ഒരു ലോകമുണ്ട്. ധ്രുവം എന്ന് അന്ന് പറഞ്ഞ പദവി അവിടെ ചെന്ന് വിമാനം തുറന്ന് ഇറക്കി വിട്ടു പൊക്കോളൂ. അതുവരെ വിമാനം എത്തുള്ളൂ. അവിടെ ചെന്ന് വിമാനം തുറന്നു വിട്ടിട്ട് അദ്ദേഹം ധ്രുവപദത്തിൽ ഇന്നും നമ്മൾ അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു ധ്രുവ നക്ഷത്രമായി ഈ ധ്രുവ ചൈതന്യം ഈ ലോകാന്തരകാലം വരെയും പ്രപഞ്ചത്തിൽ നിലനിൽക്കും. അങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരം പ്രാപിച്ച ഒരു ധ്രുവൻ്റെ കഥയാണ് നമുക്ക് അതിമനോഹരമായി ഭാഗവതം ഉപദേശിക്കുന്നത്. ഈ കഥയിൽ കൂടി മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ജീവിത തത്വം, ഉത്താനപാദൻ എന്ന് പറയുന്ന ഒരു ജീവനാണ്. ആ ജീവന് 2 സ്വഭാവങ്ങളുണ്ട്, വിദ്യ അവിദ്യ. അതിൻ്റെ പ്രതീകമാണ് 2 പത്നിമാർ. വിദ്യയുടെ പ്രതീകമാണ് സുനീതി, അവിദ്യയുടെ പ്രതീകമാണ് സുരുചി. ഇത് 2 ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. വിദ്യയുമുണ്ട് അവിദ്യയുമുണ്ട്. അതിൽ വിദ്യ എന്ന സുനീതി വിവേകിയാണ്, അവിദ്യ എന്ന സുരുചി അവിവേകിയാണ്. അവിവേകത്തിൻ്റെ പരിണതഫലം അനുഭവിക്കും, വിവേകത്തിൻ്റെ ഫലം ലക്ഷ്യത്തിലേക്കെത്തും. ഇതൊരു വലിയ പാഠമായി ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഉപദേശിക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഈ 2 ഭാവനകളെ, വിദ്യയെ പരിപോഷിപ്പിക്കണം, അവിദ്യയെ എന്ത് ചെയ്യണം? പതുക്കെ പതുക്കെ നഷ്ടപ്പെടുത്തണം. അവിദ്യ എന്ന മായ ഇല്ലാതായാൽ മാത്രമേ വിദ്യ വിജയിച്ച് വരികയുള്ളൂ. ആ വിദ്യയിലേക്ക് എത്തി അവിവേകത്തെ ഉപേക്ഷിക്കണം, വിവേകത്തെ സ്വീകരിക്കണം. ഇന്ന് അവിവേകം കൊണ്ട് കാട്ടിക്കൂട്ടുന്ന എത്ര ദുരന്തങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ വീട്ടിലും നടക്കുന്ന ഇതാണ്. അതൊന്ന് ചൂണ്ടിക്കാണിക്കാണ് സുരുചി അവിവേകത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിട്ട്, അങ്ങനെയാണോ നിങ്ങൾക്ക് പോകേണ്ടത്, പൊക്കോളൂ, എന്തായിരിക്കും ഫലം? വല്ല കാട്ടുതീരും വീണ് മരിച്ചു പോകും. അതേസമയത്ത് സുനീതിയെപ്പോലെയാണെങ്കിൽ ഇന്നും ഒരിക്കലും അതാണ് ചക്രവാളം നിലനിൽക്കുന്നിടത്തോളം കാലം ധ്രുവൻ്റെ പേര് നിലനിൽക്കും. പേര് നിലനിൽക്കും എന്നല്ല, അനശ്വരമായ യശസ് ലോകത്തിനുണ്ടാകും. ഈ 5 വയസ്സുള്ള കുട്ടി ഇത്രയും കാലം കൊണ്ട് നേടിയെടുത്തത് എന്താണ് എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കാൻ. നമ്മളെ ദൃഷ്ടിയുടെ കുഞ്ഞു കഥയാണ്. പക്ഷേ ഈ കഥയ്ക്ക് നമ്മളാരും സങ്കല്പിക്കാത്തൊരു വലിയ മാനം അതിൻ്റെ ഉള്ളിലുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് മുമ്പ് ഞാൻ പറഞ്ഞ ഗുളിക അകത്തേയുള്ളൂ. കഥയുടെ പഞ്ചസാര കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു ഗുളിക വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗുളികയും കൂടി അകത്തിറക്കിയാൽ മാത്രമേ രോഗം നശിക്കുകയുള്ളൂ. നമ്മുടെ രോഗം എന്താണ്? മനസ്സിൻ്റെ രോഗം, ഇന്ദ്രിയങ്ങളുടെ രോഗം, ബുദ്ധിയുടെ രോഗം. ഇതെല്ലാം രോഗം പിടിച്ചാണ്. ആ രോഗത്തിൽ നിന്ന് മാറണമെങ്കിൽ ആത്മചൈതന്യം ശക്തിപ്പെടണം. നമ്മുടെ ആത്മചൈതന്യത്തിന് ശക്തി തീരെയില്ല.
അതെന്താണ്? ഓരോ നിമിഷവും ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, ദുർബലമാണ്. അതിനെ ബലപ്പെടുത്താനാണ് ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഈ 1.5 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? അറിയാതെ ഈ ഈശ്വര കഥയിൽ കൂടി പോയിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ നിങ്ങൾ മറ്റ് പല വഴി കൂടി പോയി കാണും. പിന്നെ പതുക്കെ ഈ കഥയിലേക്ക് നിങ്ങൾ അറിയാതെ കടന്നു വന്നിട്ടുണ്ട്. അത്രയും സമയം നിങ്ങളുടെ മനസ്സ് ശുദ്ധമായി, ഒന്നുമില്ല, ഒരു ദുർവിചാരങ്ങളുമില്ല. ഈ ഭാവം എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇവിടുന്ന് വീട്ടിൽ പോയാൽ പിന്നെ ഇതെല്ലാം പോയില്ലേ? ഈ യജ്ഞശാലയിൽ നിന്നും പുറത്തേക്ക് കിടന്നാൽ പിന്നെ ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോവുകയുള്ളൂ. ഒന്നും ആരും ചെയ്തില്ല, പിന്നെ വീട്ടിലോട്ട് കൊണ്ടുപോയില്ല. കാരണം ഇതൊന്നും വീട്ടിൽ കൊണ്ട് കയറ്റാൻ പറ്റതല്ല എന്നാണ്. അതുകൊണ്ടല്ല, ഈ യജ്ഞശാലയിൽ നിന്ന് കിട്ടുമെന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് കയറ്റാൻ പറ്റാഞ്ഞിട്ടല്ല, അവിടെ പറ്റില്ല. അവിടെ മൊബൈലും അതിൻ്റെ അകത്ത് കാണുന്ന ഇഷ്ടം പോലെ വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് പോയി അതിന് തന്നെ സമയമില്ല. അപ്പം പിന്നെ അതിനിടയ്ക്ക് ഈ ഭാഗവതം കൂടെ കയറി വന്നാലോ, എന്നാൽ ഭാഗവതം പൂജമുറി ഇരിക്കട്ടെ കുറച്ച് ദിവസത്തേക്ക്. ആരെ മാറ്റിവെക്കും? ഭാഗവതം മാറ്റിവെക്കും. ഇതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ചര്യ. അതുകൊണ്ട് ഒരു കയ്യിൽ മൊബൈലിരിക്കട്ടെ, മറുകൈയിൽ ആരും ഉണ്ടാവണം? ഭാഗവതവും ഉണ്ടാവണം. മൊബൈൽ വേണ്ടെന്ന് പറയത്തില്ല, ഭാഗവതത്തെ നിഷ്കാസനം ചെയ്ത് മാറ്റിക്കളയരുത്. അത് കയ്യിൽ കൊണ്ട് നടക്കാനുള്ള ഒരു ഊർജ്ജം, ഒരു ശക്തി, അതാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഇവിടുത്തെ യജ്ഞപ്രസാദം ഈ ശക്തിയാണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് പോകണം. ഈ പ്രസാദം നഷ്ടപ്പെടുത്തരുത്. വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കണം. വീട്ടുകാർക്കെല്ലാം വിതരണം ചെയ്യണം. നഷ്ടപ്പെടുന്നു കണ്ടാൽ അടുത്ത യജ്ഞത്തിലേക്ക് വീണ്ടും പോകണം. ഇത് പോകും, കാരണം നമ്മുടെ ഭൗതിക ജീവിതം ഇതൊക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത യജ്ഞത്തിലേക്ക് വീണ്ടും പോകണം. ഇങ്ങനെ നിരന്തരമായ ഭഗവത് കഥകൾ കേട്ട് അത് ബുദ്ധിയിൽ ഉറപ്പിച്ചാൽ നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറക്കില്ല, ചീത്ത കാര്യങ്ങൾ വളരെ വേഗം ഉറക്കുകയും ചെയ്യും. 50 വർഷം മുമ്പ് ഒരാൾ എന്നെ ചീത്ത പറഞ്ഞ ഒരു വാക്കും ഞാനിപ്പോഴും മറക്കത്തില്ല. അന്ന് പറഞ്ഞ വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു എന്ന് പറയും. എന്നാലോ 100 പ്രാവശ്യം ചൊല്ലി വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത വരി കാണില്ല, മറന്നുപോയി. ഇത് എന്നും ചൊല്ലുന്ന, പക്ഷേ അടുത്ത വരി കിട്ടുന്നില്ല. ഈ ദുർവാസനയാണ് ഉള്ളിൽ കട്ട പിടിച്ചിരിക്കുന്നത്. അതിനെ അലിയിച്ച് കളയാനാണ് ഈ യജ്ഞം ഉപയോഗിക്കേണ്ടത്. ഉള്ളിടെ വന്ന എല്ലാ സജ്ജനങ്ങളും ഈ യജ്ഞപ്രസാദമായിട്ട് ഇത് സ്വീകരിച്ചുകൊണ്ട് ഇനിയും നിരന്തരമായും ഇങ്ങനെയുള്ള ഭാഗവത യജ്ഞങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു കഴിവ് ജഗദീശൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സമയം ഏതാണ്ട് പാകമായിരിക്കുകയാണ്. അടുത്ത പ്രഭാഷകൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതിചരിതം അദ്ദേഹത്തിൽ കൂടി സുന്ദരമായിട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളെ ഞാൻ ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി പറയുന്നു. ഏത് പത്രത്തിലും എന്നെ മുടങ്ങാതെ ഉൾപ്പെടുത്തുന്ന ആളാണ് സ്വാമി. എത്രയോ വർഷങ്ങളാണ്, എനിക്ക് 10-30 വർഷത്തോളമായിട്ട് സ്വാമിയായിട്ടുള്ള ബന്ധം. ഏത് പത്രത്തിൽ നിന്ന്, ഈ പത്രത്തിൽ മാത്രമല്ല, ആ കൊല്ലം ഭാഗത്ത് എന്താവശ്യമുണ്ടെങ്കിലും അപ്പോഴൊക്കെ വിളിക്കും, സാറേ ഫ്രീ ആണോ, ഒന്ന് വരാമോ എന്ന്. ആ സ്വാമിയുടെ ആ ഒരു കാരുണ്യം, ആ ഒരു ദയാവായ്പ, അതുകൊണ്ടല്ലേ എനിക്ക് ഇവിടെ ഇത്രയും പറയാൻ പറ്റുന്നത്. സ്വാമി പറയാതിരുന്നത് എനിക്ക് വരാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇതെല്ലാം മനസ്സ് വെച്ചൊന്ന് വീട്ടിൽ ഇരിക്കും, അത്ര തന്നെ. അപ്പം എനിക്കത് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയണമെങ്കിൽ ഇങ്ങനൊരു വേദി ഉണ്ടാവണം. അതിന് എന്നെ സജ്ജമാക്കുന്ന സ്വാമിയുടെ കാരുണ്യം കൊണ്ട് തന്നെയാണ്. സ്വാമിയുടെ ആ ഒരു കാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകളെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വിനയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.